ട്ടെ വളരെ സന്തോഷത്തോടും ആദരവോടും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. പ്രത്യാല ഈ ബെഥെസ്ദ പ്രെയർ ലൈനിൽ കടന്നു വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിലും ഞാൻ വളരെ സന്തോഷമുണ്ട്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാല എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സുനിൽ സിസ്റ്ററോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുവാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് ഈ മീറ്റിംഗിൽ കടന്നു വരുവാനും വചനവുമായി നിൽപ്പാൻ കർത്താവ് കൃപ നൽകി. അല്പം ബ്രേക്കിന് ശേഷം വീണ്ടും കടന്നു വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് ആയിരം നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഹല്ലേലൂയ. ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് നിങ്ങളുമായിട്ട് ഇന്ന് ഈ സമയം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ആ വചനം അതിന്റെ ക്രിയ ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥനയോടുകൂടെയാണ് ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഞാൻ ഇവിടെ വചന ശുശ്രൂഷിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വചന ശുശ്രൂഷ കേട്ട് അതിനെ വിലയിരുത്തി നല്ലതായിരുന്നു, ബ്ലസ്സഡ് ആയിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് നോക്കുന്നത് ആ വചനം കേട്ടിട്ട് അത് പ്രമാണിക്കുന്ന എത്ര പേരുണ്ടെന്നാ. ഹല്ലേലൂയ. കേൾക്കുന്നവരുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾക്കൊക്കെ എത്ര റാങ്ക് കിട്ടും, ഒരു ദിവസം എത്ര മെസ്സേജ് നമ്മൾ കേൾക്കുന്നു ഇല്ലേ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വചനം ഇങ്ങനെ വായിച്ചു വന്നപ്പം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ആ വചനം. അവിടെ പറഞ്ഞിരിക്കുന്ന വചനം അറിഞ്ഞിട്ട് അത് ചെയ്യാത്തവർക്ക് എന്തുണ്ടെന്നറിയാമോ? നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അത് അറിഞ്ഞിട്ട് ചെയ്യാത്തവന് അധിക അടി കിട്ടുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അധിക അടി ആർക്കാ കിട്ടുന്നറിയാമോ? കൂടുതൽ കേട്ടവർക്കും അനുസരിക്കാത്തവർക്കോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കേൾക്കുന്ന വചനം ഒന്ന് അനുസരിക്കാനുള്ള ഒരു മനസ്സോടുകൂടെ നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ലഭിച്ച വചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമാണ്. എന്നാൽ കർത്താവ് ഇന്ന് ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ഏൽപ്പിച്ച ദൂത് അതായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ദൈവാത്മാവ് നൽകിത്തരുന്ന വചനം അത് എന്നോടാണ്, എൻ്റെ കുടുംബത്തോടാണ്, എൻ്റെ വിഷയത്തോടനുബന്ധിച്ചാണ്. അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ വചനമാണെങ്കിൽ അത് മാനസാന്തരത്തിലേക്ക് നിങ്ങളെ നയിക്കണം. അതാ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. കർത്താവ് ഒരു വ്യക്തി മാനസാന്തരപ്പെടണം. അതാണ് എൻ്റെ ആഗ്രഹം. മാനസാന്തരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഇപ്പൊ സിസ്റ്റർ ഞങ്ങൾ പാപികളാണോ? നമ്മുടെ ജീവിതത്തിൽ അവിടെ ഇവിടെകളൊക്കെ ആയിട്ട് കുറവുകളുണ്ട്. അതിനകത്താണ് ഒരു മാറ്റം വരേണ്ടത് അല്ലെ. ചില മനോഭാവത്തിലുള്ള മാറ്റം, നമ്മുടെ ആശയങ്ങൾ ചിലപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കില്ല ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് മനസ്സിലാക്കുമ്പോൾ അയ്യോ ഇതുവരെ ഞാൻ അങ്ങനെയല്ല കരുതിയിരുന്നു, ഓക്കെ എനിക്ക് അതിനകത്തൊരു വ്യത്യാസം വേണം. അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഹല്ലേലൂയ. ഏത് വിധേയമാണെങ്കിലും നമ്മുടെ മനസ്സിനൊരു മാറ്റത്തിന് ഇന്നത്തെ ദിവസം അത് കാരണമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചോദിക്കുന്നു. അതിനാധാരമായി റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. റോമാലേഖനം 10:9. ഇത് നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു വചനമാണ്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എനിക്കറിയാം കൂടുതലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ രക്ഷിക്കപ്പെട്ടവരായേക്കാം. ഇനി രക്ഷിക്കപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്നും കൂടെ പരിശുദ്ധാത്മാവ് ഉണർത്തുക. യേശു ക്രിസ്തുവിനെ കർത്താവെന്നും നമ്മൾ ഏറ്റുപറയണം, വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കേണ്ടത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുവാൻ ദൈവാത്മാവ് എനിക്ക് തന്ന ദൂത് അതിന്റെ ആദ്യത്തെ ഭാഗമാണ്. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുകയും. അപ്പം ഏറ്റു പറഞ്ഞിട്ടുള്ളവരായതുകൊണ്ട് നിങ്ങൾ ചോദിക്കും ഇനി സിസ്റ്ററി മെസ്സേജ് കൂടെ പറഞ്ഞ് ഏറ്റു പറയണമെന്നാണോ? അല്ല, അതല്ല. എന്നാൽ കർത്താവ് എന്നെ ഓർപ്പിച്ചത് ഒരിക്കലെങ്കിലും ഇത് നിങ്ങൾ വാ തുറന്ന് പറഞ്ഞവരാ അല്ലെ. യേശു എൻ്റെ കർത്താവാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട തീയതി എത്ര പേര് ഓർക്കുന്നുണ്ട്? എത്ര പേര് ബൈബിളിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടിട്ടുണ്ട് രക്ഷിക്കപ്പെട്ട ദിവസവും സമയം? എൻ്റെ പഴയ ബൈബിൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. 2000 ഫെബ്രുവരി മാസം 7-ാം തീയതി രാവിലെ 8:10 സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. സ്കൂളിൽ ഇപ്പം ബസ് താണ്ട് 8:15 വരും. 8:10 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദിവസം ഞാൻ മറക്കത്തില്ല. സ്കൂളിൽ പോകുന്നതിന് 5 മിനിറ്റ് മുമ്പ് രക്ഷിക്കപ്പെടുന്നത്. ധൃതി പിടിച്ചുള്ള രക്ഷയല്ല, ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നെടുത്ത തീരുമാനമാണ് യേശുവിനെ എനിക്ക് രക്ഷിതാവായി വേണമെന്ന്. അന്ന് ഞാനും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ഹൃദയത്തിൽ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് കർത്താവ് എന്നെ ഈ വചനത്തിൽ നിന്ന് പഠിപ്പിച്ചത്
ഞാൻ ഈ വചനം ഒരിടത്ത് ഷെയർ ചെയ്തിട്ടില്ല. ഇന്ന് ബെഥേസ്ത പ്രയർ ലൈനിലുള്ള ഈ ഗ്രൂപ്പിലുള്ളവരോട് ആദ്യമായി ഈ വചനം ഷെയർ ചെയ്യുന്നത്. ഇത് എന്നെ ഈ ദിവസങ്ങളൊക്കെ പലപ്പോഴും ചിന്തിപ്പിച്ചൊരു കാര്യം. പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിനക്ക് ഓർമ്മയുണ്ടോ നീ രക്ഷിക്കപ്പെട്ട ദിവസം? ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട് കർത്താവേ. അന്ന് നീ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു എൻ്റെ കർത്താവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി ഇത് പറഞ്ഞു. എന്നാണെന്നറിയോ? സ്നാനപ്പെടാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ദൈവദാസൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെയും ചോദിച്ചു. മനസ്സിലായോ? 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർലോകം വിട്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവെന്ന് പ്രിയ അക്സ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉറക്കെ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അന്ന് പറയാൻ എന്ത് എളുപ്പമായിരുന്നറിയോ? എന്നാൽ ഇന്നത്തെ മെസ്സേജ് ഇതാണ്. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഈ ഇപ്പൊ കയറിക്കുന്ന 154 ഡിവൈസിലുള്ള നിങ്ങൾക്ക് എത്ര പേര് അർത്ഥം മനസ്സിലാക്കിയാണ് ആ ഏറ്റുപറച്ചിൽ നടത്തിയത്? പറയാൻ എന്തൊരു എളുപ്പമായിരുന്നറിയോ? യേശു കർത്താവാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം? നിങ്ങൾ അത് എന്തിനാ രണ്ടായിട്ട് അത് എഴുതിയിരിക്കുന്നത്? യേശുവിനെ കർത്താവും രക്ഷിതാവും നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഒറ്റ വാക്കി നിർത്തായിരുന്നു. അവിടെ പറയും, യേശുവിനെ കർത്താവെന്ന് നീ വാഗൊണ്ട് ഏറ്റു പറയണം. പക്ഷെ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർത്തെഴുതിപ്പിച്ച് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. പക്ഷെ വാഗൊണ്ട് നീ ഉറക്കെ പറയണം കർത്താവെന്ന്. അതിന് നമുക്ക് വലിയ ചെലവൊന്നുമില്ല. നമ്മൾ ഇപ്പൊ ഈ പ്രാർത്ഥന തുടങ്ങി ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര വട്ടം കർത്താവേ കർത്താവേ പ്രാർത്ഥിച്ചവർ തന്നെ എത്ര വട്ടം വിളിച്ചെന്നറിയോ? നിങ്ങൾ കൗണ്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം കർത്താവേ 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 പ്രാർത്ഥനയെ നമ്മൾ അങ്ങ് ആഡ് ചെയ്യും ഈ വാക്ക്. പക്ഷെ ശരിക്കും നമ്മൾ ഈ വാക്കിന്റെ അർത്ഥം അറിയാതെയാണ് മിക്ക ദൈവമക്കളും ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ചതും എന്നോട് പറഞ്ഞു, ഈ വലിയ ആലോചന ജനത്തെ അറിയിക്കണം. അവരുടെ ഉള്ളിലേക്ക് ഈ വചനം ആഴമായിട്ട് ഇറങ്ങുമ്പോൾ ജീവിതത്തിന്റെ ചലനം കിട്ടാതെ കിടക്കുന്ന വിഷയത്തിൽ ഇന്ന് ചലനം സംഭവിക്കും. മനസ്സിലായോ? കാരണം പലപ്പോഴും നമ്മൾ അറിയാതെ വിളിക്കുന്ന പേരാ കർത്താവ്. എന്നാൽ ഇന്ന് മനസ്സിലാക്കണം, നിങ്ങൾ വിളിക്കുന്ന വാ തുറന്ന് പറയുന്ന ആ പേരിന് ഒരു വലിയ അർത്ഥമുണ്ട്. മനസ്സിലായോ? എന്താണ് കർത്താവ്? മലയാളം പഠിച്ചവരാണല്ലോ നിങ്ങൾ എല്ലാവരും. ഞാൻ വിശ്വസിക്കുന്ന മലയാളികളാണ്. മലയാളം പഠിക്കുന്ന ഓരോ വ്യക്തികളും മലയാളത്തിന്റെ ഗ്രാമർ പഠിപ്പിച്ച ഗുരുവിനെ ഓർക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ഹോംവർക്ക് എഴുതിയിട്ടുണ്ടെന്നറിയാവോ? ഒരു സെന്റൻസ് എഴുതിയിട്ട് പറയും, ഇതിലെ ക്രിയയും കർത്താവും പിരിച്ചെഴുതാൻ പറയും. അപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ, അക്സ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്തെ കർത്താവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയുന്നത്? അക്സ. ക്രിയ എന്തുവാ? പ്രസംഗിക്കുക. ഞാൻ സിമ്പിളായിട്ടാ ഞാൻ പറയാം. എന്റെ വചനസൂക്ഷ്മം നിങ്ങൾക്ക് അറിയാം. ഞാൻ സിമ്പിളായിട്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് വരെ കയറണം. കർത്താവ് എന്ന് പറയുന്നത് പ്രവൃത്തി, ക്രിയ ചെയ്യുന്ന വ്യക്തിയെയാണ് കർത്താവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയെ ക്രിയ എന്നും പറയും. നമ്മൾ എന്തുവാ രക്ഷിക്കപ്പെട്ടപ്പോ പറഞ്ഞത്? കർത്താവേ, ഇന്നു മുതൽ അങ്ങേ ഞാൻ, നിങ്ങൾ പറഞ്ഞവർ ഓർമ്മയുണ്ടോ? ഇന്ന് മുതൽ ഈ നിമിഷം തൊട്ട് അങ്ങയെ ഞാൻ എന്റെ കർത്താവും. ആ വാക്കൊക്കെ ഭയങ്കര സ്ട്രെയിൻ ചെയ്യേണ്ട വാക്കാ. എന്തോന്നറിയോ? എന്റെ കർത്താവും പിന്നാരാ? രക്ഷിതാവുമായി ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇത് പറഞ്ഞ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറയാമോ? അത് പറഞ്ഞിട്ട് ആരും ചിരിക്കുന്ന പോലും ഇല്ല. ആ ദിവസം ഓർക്കുന്ന പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓർത്ത് അത് പറയുമ്പോൾ എല്ലാവരും ഒന്ന് സന്തോഷിക്കുന്നു. അയ്യോ, ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് സിസ്റ്ററെ. ഒരു പുതിയ ജനനം നടന്ന ദിവസമാ. നമ്മളെല്ലാവരും ഇത് പറഞ്ഞു. എന്നാൽ പിന്നെ അത് പറഞ്ഞതിന് ശേഷം ജീവിതത്തിൽ വരുന്ന ഒരു വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം വരുമ്പോ, അയ്യോ സിസ്റ്ററെ എനിക്ക് കർത്താവിൽ വിശ്വാസമൊക്കെയാ, പക്ഷേ സിസ്റ്റർ എന്റെ ഈ വിഷയത്തിനകത്ത് മറുപടി കിട്ടുമോ? എനിക്ക് ഒരു പ്രതീക്ഷയില്ല സിസ്റ്ററെ. പക്ഷേ നമുക്ക് നമ്മുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉൾപ്പെടെയാണേ. നമുക്കൊക്കെ ജീവിതത്തിന്റെ പ്രതികൂലം വരും. നമ്മൾ അറിയാതെ എങ്കിലും പറഞ്ഞവർ ഇതിനകത്തുണ്ടല്ലേ. കർത്താവെ ഒന്നും തോന്നല്ലേ, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ. അപ്പൊ കർത്താവ് പിന്നെ എന്തുവാ പ്രശ്നം? അത് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ അത് ഏറ്റു പറഞ്ഞപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കൊടുത്തൊരു അതോറിറ്റി ഉണ്ട്. എന്താന്ന് ഞാൻ പറയാം.
ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ വീട്, ഈ വീട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ തന്നെ താമസിക്കുന്നിരിക്കട്ടെ, എൻ്റെ വീട്. അപ്പൊ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഹസ്ബൻഡ് കയറി വരുക. ഇപ്പം കയറി വന്നിട്ട് ഞാൻ എൻ്റെ അദ്ദേഹത്തോട് പറയാ, ഇന്ന് തൊട്ട് ചേച്ചാ ഇത് ഞാൻ മേടിച്ച വീടാ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കൊരു വീട് മേടിക്കണം, ഞാൻ മേടിച്ച ചേച്ചാ, ഞാൻ ഫുൾ പേയ്മെന്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറയും, ഇന്ന് തൊട്ട് ഈ വീട് അച്ചാച്ചൻ്റെ ഇവിടെ, അച്ചാച്ചൻ ഇന്ന് തൊട്ട് ഇവിടെ താമസിക്കണം, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് ആ താക്കോല് എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, ഇന്ന് തൊട്ട് അച്ചാച്ചന്റെ ആണ് ഈ വീട്, ഇതുവരെ എൻ്റെ ആയിട്ട് ഞാൻ കണ്ടത്, പക്ഷെ ഇന്ന് തൊട്ട് അച്ചാച്ചന്റെ ആന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന്റെ പിന്നെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ആരുടെ മേൽ കൊടുത്തു കഴിഞ്ഞു? കർത്താവിന് കൊടുത്തു കഴിഞ്ഞു. കേട്ടല്ലോ? നിങ്ങൾക്ക് പറയാൻ മനസ്സിലാക്കില്ല. ഈ വീടിന് ഒത്തിരി മുറികളുണ്ട് കേട്ടോ. അപ്പം ഉദാഹരണം ഞാൻ പറയാം, ഒത്തിരി മുറികളുണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു 5 ബെഡ്റൂം ഉണ്ട്. ഈ 5 ബെഡ്റൂം ഉള്ള വീടിന്റെ എന്റെ ഹസ്ബൻഡ് താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, വീടാന്ന് പറഞ്ഞ അച്ചാച്ചനാണ് ഇതിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ട് ഹസ്ബൻഡ് റൂമിലോട്ട് വരുമ്പോ ഞാൻ പറയുക, അച്ചാച്ച ആ റൂമിൽ പോകരുത് കേട്ടോ, അത് ഗസ്റ്റിന് മാത്രം ഉള്ളതാണ്. ഓക്കെ. അപ്പൊ എന്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് മാറി മോളുടെ മുറിയിലോട്ട് പോയി, അച്ചാച്ച ആ റൂമിൽ പോകല്ലോ കേട്ടോ, അത് ഇന്നയാളുടെ റൂമാണ്. അപ്പൊ അതേ അടുക്കളയിലോട്ട് വരില്ല കേട്ടോ, അത് എന്റെ റൂമാണ്, അവിടുത്തെ തീരുമാനങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത്. അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു, എന്റെ എവിടെയാ റൂം? അതിവിടെ. അപ്പൊ നീയല്ലേ പറഞ്ഞു ഈ വീടിനകത്ത് മൊത്തം എനിക്ക് അവകാശമുണ്ട്, അധികാരമുണ്ടെന്ന്. പിന്നെ എന്താന്ന് ചോദിച്ചാൽ പറയും, അത് ഞാൻ പറയും, കർത്താവെന്ന് അല്ലെങ്കിൽ ഭർത്താവാണ്, പക്ഷെ ഞാൻ പറയും, ഞാൻ പറയുന്നിടത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, പ്രവർത്തിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ. നമ്മൾ ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ചിട്ട് പറയും, കർത്താവ് ഇന്ന് മുതൽ അങ്ങാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ വരുന്നതെന്നറിയോ? സങ്കടത്തോടല്ല, സന്തോഷത്തോടെ ഒരു ആത്മാവിനെ നേടി ഒരാടെ കൂടെ വസിക്കുക. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉദാഹരണം ചിന്തിച്ചാൽ കസാര ഇട്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഭാവിയുടെ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതൊരു മുറിയാന്ന് വിചാരിക്കുക. വിവാഹം ഒരു മുറി, ജോലി ഒരു മുറി, ആത്മീക ജീവിതം ഒരു മുറി, തലമുറ ഒരു മുറി. അപ്പോഴത്തേന് കർത്താവ് പറയാ, കർത്താവിന് അറിയാം വീടിനകത്തുള്ള വ്യക്തിക്ക് വീടിനകത്ത് നടക്കുന്ന പ്രശ്നം അറിയല്ലേ. അപ്പൊ കർത്താവ് പറയും, മോളെ ഞാൻ അത് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ നമ്മൾ പറയും, കർത്താവ് അവിടെ, നമ്മൾ ചിലരോട് പറയും അവിടെ അടങ്ങിയിരിക്കും, എനിക്കറിയാം ഇത് എന്നാ ചെയ്യണോ, മനസ്സിലായോ? അപ്പൊ ആദ്യം കർത്താവിനോട് പറയും, കർത്താവ് റൂം അടച്ചിരിക്കും, ഞാൻ ആദ്യം പോയി കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടെ. ഏതാ? ഇപ്പൊ ജോലി. കർത്താവ് പറയും, മോളെ എന്റെ അടുക്ക വാ. അല്ല, കർത്താവ് അവിടെ ഇരിക്കുക, ഞാൻ പോയി ഒന്ന് 10-20 ഇന്റർവ്യൂ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാത്തിനകത്തൊന്ന് ഫെയിലൊക്കെ ആയി ഒരിടത്തൂന്നും കിട്ടാതെ വരുമ്പോ നമ്മൾ പ്രെയർ ലൈനുകളിൽ കയറും. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ കർത്താവിനെ മുട്ടി വിളിക്കും, കർത്താവെ തുറക്ക്, കർത്താവെ എനിക്ക് വേണ്ടി വഴി തുറക്കും. അപ്പൊ കർത്താവ് ചോദിക്കും, മോളെ ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, പറ ഞാൻ ചെയ്യാമെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കർത്താവിന് ഇതൊന്നും പറ്റത്തില്ല. ചിലർ, ഞാൻ തുറന്നു പറയാം മക്കൾ, എന്നെ ഒത്തിരി പേര് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ചിലർ പറയുന്നത് കേട്ടാൽ തോന്നും, ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ശരിക്കും ഇവർക്ക് ദൈവം എന്താണെന്ന് അറിയാമോ എന്ന്. കാരണം സിസ്റ്ററെ ഒരു പ്രതീക്ഷയില്ലെന്ന ഡോക്ടർ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ഓക്കെ സിസ്റ്റർ, കർത്താവ് പ്രവർത്തിക്കും എന്ന് പറയുന്നത്, പക്ഷെ സിസ്റ്ററെ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് പറയാം കർത്താവ് ചെയ്യുന്നു. അപ്പൊ പറയാം, പക്ഷെ ഡോക്ടർ പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അപ്പൊ ആന്റി എന്ത് ഉദ്ദേശിക്കും? ഇപ്പൊ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം, എനിക്കറിയാവുന്ന ആകെ ബെസ്റ്റ് ഡോക്ടർ കർത്താവാ. മനസ്സിലായി? നമ്മളെല്ലാവരും നമ്മളെ തന്നെ, ഞാൻ പറഞ്ഞു നമ്മളെ തന്നെ ചോദന, നമ്മൾ ഏറ്റവും അവസാനം ചെല്ലുന്ന വ്യക്തി ആരാ? കർത്താവ്. ആദ്യം ഓടുന്ന വ്യക്തി ആരാ? ഭർത്താവ്, ഡോക്ടർ, പിന്നെ ദ ബെസ്റ്റ് കൺസൾട്ടന്റ്, എല്ലാം. പക്ഷെ അകത്തിരുന്ന ഒരാൾ ഞരങ്ങുന്നുണ്ട്. ആരാന്നറിയാമോ? കർത്താവ്. കർത്താവ് പറയുന്ന, മോളെ നീ അന്ന് രക്ഷിക്കപ്പെട്ടപ്പോ ഒരു ടൈറ്റിൽ എനിക്ക് തന്നായിരുന്നു, ഞാനാണ് നിന്റെ കർത്താവ്. അതായത് ഇപ്പം ഒരു സിസ്റ്റർ കമന്റിൽ ഇട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി, കർത്തൃത്വം നടത്തുന്നയാളാ കർത്താവ്. താങ്ക് യു ആ ഇട്ട സിസ്റ്ററിന്. കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെഫിനിഷൻ പറഞ്ഞു തരുക, എന്റെ ജീവിതത്തിന്റെ A to C കാര്യങ്ങൾ, എന്റെ ജീവിതത്തിന്റെ ആ സെക്കൻഡ് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ സമയം തൊട്ട് എന്റെ ശ്വാസം നിലയ്ക്കുന്ന സമയം വരെ എന്റെ ജീവന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും എന്റെ തലമുറയുടെ മേലും ഞാനാകുന്ന എല്ലാ വിഷയവും അപ്പന്റെ കരങ്ങളിലേക്ക് ഞാൻ തരുക. ഇന്ന് തൊട്ട് അങ്ങാണ് എന്റെ അതോറിറ്റി എന്ന്. നമ്മൾ ഇത് അറിയാതെ ചുമ്മാ അങ്ങ് വിളിച്ചു പറയുക. പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അർത്ഥം മനസ്സിലാക്കുന്നില്ല പലരും.
പറഞ്ഞത് മനസ്സിലാക്കി പറഞ്ഞവർക്ക് ഒരു പ്രത്യാശയുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഏത് പ്രതികൂലം വന്നാലും അവരാദ്യം പ്രാർത്ഥനാ മുറി കയറിയിട്ട് പറയും, എനിക്ക് ഈ വിഷയം ഡീൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഒരാൾക്ക് എന്റെ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. എന്റെ ആരോഗ്യത്തിന്റെ അതോറിറ്റി, എന്റെ കുടുംബത്തിന്റെ അതോറിറ്റി, എന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിന്റെ അതോറിറ്റി തീരുമാനിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. ഞാൻ ആദ്യം ആ വ്യക്തിയോട് ചോദിക്കട്ടെ എന്ന് പറയാം. അവരാദ്യം ഓടുന്ന പ്രാർത്ഥനാ മുറിയിലേക്കായിരിക്കും. അവരിയ്ക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അവർ കരയുന്നത് കർത്താവിനോടായിരിക്കും. അവർ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ആയിരിക്കും. അവിടെയാണ് വ്യത്യാസം അറിയുന്നത്. നീ യഥാർത്ഥ ദൈവവൈതലാണോ അതോ ജസ്റ്റ് ഫോളോവർ ആണോ? ഈ കർത്താവിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പും രണ്ടും രണ്ടാണ്. ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ, കർത്താവിനെ പിൻഗമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ എല്ലാം തിരിജനം പിന്തുടർന്നു. പക്ഷെ അവർക്കാർക്ക് യേശുവിന്റെ ശിഷ്യരായി തീരാൻ പറ്റിയിട്ടില്ല. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരായവർ കുറച്ചു പേരുണ്ട്. അവരുടെ ട്രെയിനിങ് ഡിഫറെന്റാ, അവരുടെ ക്ലാസ് ഡിഫറെന്റാ, അവർക്ക് കൊടുക്കുന്ന ടെസ്റ്റ് ഡിഫറെന്റാ. മനസ്സിലാവുന്നുണ്ടോ? ശിഷ്യന്മാരെന്താ യേശുവിനെ വിളിച്ചുകൊണ്ടിരുന്നത്? കർത്താവേന്ന്, അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അവര് കർത്താവേന്ന് വിളിക്കുമ്പോൾ അവരുടെ ജീവിതം നോക്കി, എന്ത് ഈസി ജീവിതമായിരുന്നു. ഞാൻ നിങ്ങൾ അവരെ വെച്ച് തന്നെ കാണിച്ചു തരാം. പത്രോസ് പടക് വിട്ട് യേശുവിന്റെ പുറകെ വന്നു. എനിക്കിന്ന് വളരെ സന്തോഷം തോന്നി. ഞാൻ ഇന്ന് ഈ വചനം കിട്ടിയപ്പോൾ ഞാൻ കർത്താവ് ഇത് രക്ഷിക്കപ്പെടുന്ന വചനമല്ലേ, ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ കർത്താവ് എന്നോട് സംസാരിക്കണം, ഇന്ന് മീറ്റിംഗിന് കയറുന്ന എനിക്ക് ഒരിക്കൽ കൂടി ഒരു കൺഫർമേഷൻ എനിക്ക് തരണം. ഈ വചനം തന്നെയാണ് പറയുന്നത്. ഇത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വചനം, എന്നെ പഠിപ്പിക്കുന്ന വചനമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ എടുക്കാനിരിക്കുന്ന വചനം പ്രിയ സുനില സിസ്റ്റർ ഓൾറെഡി പ്രാർത്ഥിക്കുന്ന ലീഡ് ചെയ്യാന്നിടത്ത് പറഞ്ഞു, പത്രോസിന്റെ കാര്യം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഈ മീറ്റിംഗിന്റെ ഇടയ്ക്ക് 2-3 വട്ടം എനിക്ക് ദൈവം തന്ന ദൂതുകളുടെ പല ഭാഗങ്ങളും പ്രിയ സുനിലാൻഡി പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ആത്മാവിന്റെ ഒരു ഐക്യത ഈ വിഷയത്തിന്റെ മേലുണ്ട്. ഇന്ന് ഒരു വിടുതലിന്റെ ദിവസമാക്കി ദൈവം തീർക്കാൻ പോയി. ഇത് ഏറ്റെടുക്കുന്നവർ ഇന്ന് മാനസാന്തരപ്പെടേണ്ട ഏരിയ ഏതാന്ന് ഞാൻ തുടക്കത്തിലേ പറയാം. വാഗൊണ്ട് വെറുതെ ഓരോ കാര്യം വിളിച്ച് പറയരുത്. അർത്ഥമറിയാതെ ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത്, പലരും അർത്ഥം മനസ്സിലാക്കാതെയാണ് പ്രാർത്ഥിക്കുന്നതും അർത്ഥം മനസ്സിലാക്കാതെ ജീവിക്കുന്നതും. മനസ്സിലായോ? ഞാൻ ചോദിക്കുന്നത്, പലരോടും ഞാൻ ചോദിക്കാറുണ്ട്, ശരിക്കും നിങ്ങൾ ആരാ? നമ്മൾ പറയും ക്രിസ്ത്യാനി എന്നാ പറയുന്നത്. എന്തോ ക്രിസ്ത്യാനി? ക്രിസ്തുവിനെ അനുയായി, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ പറയും, ആർ യു എ ഫോളോവർ? ഫോളോവർ ആണെന്ന് പറയും. അത് കറക്റ്റ്, അവർക്ക് ഫോളോവറാ. അവര് ഫോളോ ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ബ്രെഡിനും മീനിനും തൽക്കാല രോഗസൗഖ്യത്തിനൊക്കെ വേണ്ടി. പക്ഷേ അത് കഴിഞ്ഞ് ശിഷ്യത്വത്തിലേക്ക് കയറുമ്പോൾ, അതായത് ശിഷ്യനാകുന്ന സ്റ്റേജിലേക്ക് കയറി കർത്താവ് അവരെ അങ്ങോട്ട് കഷ്ടത കൊടുത്ത് മോൾഡ് ചെയ്ത് കർത്താവിന് ഇഷ്ടമുള്ള ആളാക്കി മാറ്റാൻ നേരത്ത് അറിയാം അവർ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിന് ശിഷ്യരാകാൻ പറ്റുമോ എന്ന്. കാരണം പ്രതികൂലം വരുമ്പോൾ അവര് പറയും, കർത്താവ് ഇവിടം വരെ മതി, ഇനി എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, എനിക്കറിയാം ഇന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കഷ്ടതയും വേദനയും പ്രതികൂലങ്ങളും നിന്ദകളും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ കർത്താവേ 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കാം, മോളെ നീ എന്നെ വിളിക്കുന്ന പേരിന്റെ അർത്ഥം മനസ്സിലാക്കിയാണോ എന്നെ വിളിക്കുന്നത്? ഉദാഹരണം പറഞ്ഞ, ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളാരാ നമ്മുടെ ജീവിതത്തിൽ? ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇതിനകത്ത് കൂടുതൽ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണുന്ന കൂടുതൽ സഹോദരിമാരായിട്ട് ചോദിക്കാം, നമ്മളെ കൈ പിടിച്ച് നമ്മുടെ ഭർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തൊരു ദിവസം ഓർമ്മയുണ്ടോ? ഇല്ലേ? അന്ന് നമ്മുടെ അപ്പൻ അങ്ങോട്ട് കൈ ഒഴിയുന്ന ദിവസവും കൂടാ. ഒരാൾക്ക് കൈ പിടിച്ചു കൊടുത്തപ്പോ അപ്പം കൈ ഒഴിഞ്ഞു. അപ്പം കൈ ഒഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇന്ന് തൊട്ട് നിന്റെ എല്ലാ കാര്യവും ആര് നോക്കിക്കോളും? പുള്ളി നോക്കിക്കോളും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഭർത്താവ് എന്നുള്ള പേര് എങ്ങനെ വന്നെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പഴേ എനിക്ക് മനസ്സിലായി, ഭർത്താവ് എന്നുള്ളതിന്റെ ശരിക്കും ബാ മാറ്റിയ കായാക്കി കർത്താവാ ശരിക്കും. എന്ന് വെച്ചാൽ നിന്റെ എല്ലാ കാര്യം ചെയ്യുന്നയാളെയാണ് വിളിക്കുന്നത്. അപ്പനും കൈ കഴിഞ്ഞു. അപ്പം പറഞ്ഞു, ഇന്ന് തൊട്ട് ഇനി ഇങ്ങോട്ട് പോകുന്നെങ്കിൽ എല്ലാം പുള്ളിയോട് പറഞ്ഞേക്കാൻ പറയും. ഇല്ലേ? ആണോ? പിന്നെ മാറിയില്ലേ? ആ കല്യാണം കഴിയുന്ന ദിവസം തൊട്ട് നോക്കി എല്ലാവരിലും വരുന്നൊരു ചേഞ്ച്. കാരണം ഇന്ന് തൊട്ട് നിന്റെ കാര്യം ചെയ്തു തരാൻ ഒരാളുണ്ട്. ഇത് പറഞ്ഞു തന്നിട്ട് അപ്പം മാറിക്കഴിഞ്ഞ് കഷ്ടത വരുമ്പോ, പ്രതികൂലം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ നമ്മൾ ഭർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഭർത്താവ് എന്നാ പറയും? ചില ഭർത്താക്കന്മാര് പറയും, ഇതെന്തിനാ ഇപ്പൊ എന്നോട് പറഞ്ഞു, നീ നിന്റെ വീട്ടുകാരോട് പോയി പറയാൻ പറയും. അപ്പൊ നമ്മൾ പറയും, എന്റെ വീട്ടുകാർ പറഞ്ഞു ഇന്ന് തൊട്ട് നിങ്ങളാ എന്റെ എല്ലാ കാര്യവും ചെയ്തു. അപ്പൊ പറഞ്ഞു അതങ്ങനെയൊക്കെ പറയും, പക്ഷെ എനിക്ക് ഈ കാര്യം ഡീൽ ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയും. അല്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയുണ്ട് ചിലരുടെ വീട്ടില്. റീസൺ എന്താണെന്നറിയാം? ആർക്കും വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പഴിചാരലാണ് ഏറ്റവും നല്ല എക്സ്ക്യൂസ്.
എന്നാ മോളിൽ ഇരിക്കുന്ന ഒരു കർത്താവ് പറയുന്നുണ്ട്, മോളെ ഇത് ഇങ്ങോട്ടൊന്ന് കണ്ണൊന്ന് ഉയർത്താമോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് വന്നെന്നിരിക്കില്ല, മക്കളിൽ നിന്ന് വന്നെന്നിരിക്കില്ല. കർത്താവ് പറയാം, നിന്നെ വില കൊടുത്ത് മേടിച്ച ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്. ഞാനാ നിനക്ക് വില കൊടുത്തത്. എനിക്ക് നിന്നെ അറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയത്തില്ല. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ, എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് പോലെ മറ്റാർക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന്. ഇതറിയാതെ ചുമ്മാ ഇനി കർത്താവെ കർത്താവെ എന്ന് വിളിക്കരുത്. ഇനി ഇന്ന് തൊട്ട് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ അറിയാതെ അങ്ങോട്ടൊരു കാര്യം പറയുക, എന്റെ കാര്യം ചെയ്തു തരുന്ന ആൾ. അങ്ങനെ പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. എന്റെ ജീവിതത്തിൽ കർത്തൃത്വം, ഞാൻ ആ കർത്താവ് എന്നുള്ള വാക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച് കേൾപ്പിക്കാം. കർത്താവേ എന്റെ വിഷയം അങ്ങേക്ക് അറിയാമല്ലോ എന്നുള്ള ആ വാക്ക് നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥം മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ കർത്താവേ എന്നുള്ള വാക്കാണ്, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ, എന്റെ കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. എന്റെ മോന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്ന ആ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, എന്റെ മോന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നവനെ, അങ്ങേക്ക് എന്റെ മോന്റെ വിഷയം അറിയാമല്ലോ. കർത്താവ് പറയും, യെസ് അറിയാം, ഞാൻ ചെയ്തോളാം. കർത്താവിന് അതോറിറ്റി കൊടുത്തിട്ടുണ്ടോ എന്ന് ഇന്നത്തെ ചോദ്യം അതാ. നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ആരുടെ കയ്യിലാണ്? ഞാൻ തുറന്ന് പറയാം, ഇതിനകത്ത് കയറിയിരിക്കുന്ന 99% ആൾക്കാരുടെയും കർത്തൃത്വം നിങ്ങളുടെ കയ്യിൽ തന്നെ. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ നിങ്ങളോട് ഞാനിപ്പോ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആണോ അല്ലയോ, നിങ്ങൾ ആ കാറ്റഗറിയിൽ ഉള്ളവരാണോ എന്ന് പറയാം. പെട്ടെന്നൊരു വിഷയം നിങ്ങൾ ഫേസ് ചെയ്യുക, ഫേസ് ചെയ്യുകയും പ്രശ്നം ഗുരുതരമാണെന്ന് അറിയുമ്പോൾ, അല്ലേലും എനിക്കറിയാം ഇതിങ്ങനെ വരത്തുള്ളൂ, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാ പറയുന്നെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയത്തില്ല. നമ്മൾ വെറും പേരിന് മാത്രം വിളിക്കുന്ന കർത്താവ്. 2, വിശ്വാസം ഉള്ളവരുടെ വാക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറയും. വ്യത്യാസമുണ്ട്. ഇനി ഈ വാക്യത്തിന്റെ താഴോട്ട് ഒരു വാക്യം കൂടെ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ 11ാം വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ആരില്? കർത്താവേ എന്ന് ഏറ്റു പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിൽ മറ്റൊരു കാര്യം ഉടലെടുക്കും. കർത്താവ് ഇന്ന് തൊട്ട് അങ്ങ് എന്റെ ആണെന്ന് പറഞ്ഞു, അങ്ങാണ് എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവർ പറഞ്ഞിട്ട് പറയുക, ഇന്ന് തൊട്ട് അതുകൊണ്ട് കർത്തൃത്വം നടത്താൻ ശക്തിയുള്ളവൻ, കർത്തൃത്വം നടത്താൻ ബലമുള്ളവൻ. കർത്തൃത്വം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിക്കും, ഹല്ലേലൂയ, പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കും, ഉത്ഭവിപ്പിക്കണമെങ്കിൽ ഉത്ഭവിപ്പിക്കും. എന്ത് കാര്യവും ചെയ്യുവാൻ കഴിവുള്ളവനെ അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന അതിന്റെ അർത്ഥം. അതിന്റെ 12ാം വാക്യത്തിന്റെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ യഹൂദനെന്നില്ല യവനെന്ന് ആരുമില്ല, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, അവർക്ക് മാത്രമേ കർത്താവേ എന്ന് വിളിക്കാറുള്ളൂ. ഇന്ന് നമുക്കും കർത്താവേ എന്ന് വിളിക്കാനുള്ള അധികാരം തന്നു. എന്നിട്ട് പറയുക, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. എന്ന് വെച്ചാൽ എന്നാ, ഏത് വ്യക്തിയും കർത്താവിന്റെ അടുക്ക ചെന്ന് കർത്താവേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അവിടെ നിന്നിട്ടുണ്ട്. നിങ്ങൾ വേണം ആ പ്രാർത്ഥന ബൈബിളിൽ നോക്കിക്കോ. കർത്താവെ എന്ന് വിളിച്ച് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവ് നിന്നു. കാരണം അവര് പോലും അറിയാതെ പറയുക, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ എന്നാ വിളിക്കുന്നേ. സോ കർത്താവിന് മനസ്സിലായി, അവന് കാര്യം അറിയാം, കർത്താവ് നിൽക്കും, എന്തോ ചെയ്തു തരണ്ടെന്ന് ചോദിക്കും. കാരണം കർത്താവിന് ആ പ്രാർത്ഥന ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഈ കർത്താവേ 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 എന്ന് ഒത്തിരി വട്ടം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ നമ്മൾ അർത്ഥം അറിയാതെ പ്രാർത്ഥിക്കുന്നേ. അടുത്തത്, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കേട്ടോണം, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്തൃത്വം നടത്തുന്നവനെ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് പറയാം, എന്നിൽ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ, നിന്റെ കർത്തൃത്വം ഞാനാണ് നടത്തുന്നത് നീ പറഞ്ഞില്ലേ, എന്നാ നീ പേടിക്കണ്ട, ഞാൻ സമ്പന്നനാന്ന്. ഇന്ന് ചിലരോടുള്ള ദൂതാ, ഞാൻ സമ്പന്നനാ, എന്റെ കയ്യിൽ നിനക്കുള്ള നന്മ ഇരിപ്പുണ്ട്. പക്ഷെ നീ അർത്ഥം മനസ്സിലാക്കി വേണം എന്റെ അടുക്ക വന്ന് വിളിക്കാൻ. നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഞാനാ നടത്തുന്നെങ്കിൽ ബാങ്കിന്റെ പുറകെ നടന്ന് ലൈനിൽ നിന്ന് കഷ്ടപ്പെടണ്ട. കർത്താവ് പറയും, എന്റെ സന്നദ്ധി മുഴങ്കാല് മടക്ക്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞാൻ നിനക്ക് വേണ്ടി സമൃദ്ധിയുടെ വഴികളെ തുറന്നു തരും. പക്ഷെ പകരം പലരുടെയും പുറകെ നടന്നിട്ട് വഴി തുറക്കാതെ വന്ന് അവസാനം എല്ലാ വഴി അടയുമ്പോൾ കർത്താവ് ഇനി ഒന്ന് തുറക്കാമോ എന്ന് പറഞ്ഞു വരുന്നത് അല്ല കർത്താവിന് ഇഷ്ടം. കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആദ്യം അവന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കം. ഞാനിത് എന്റെ ജീവിതത്തിൽ നിന്നാ പറയുന്നത് കേട്ടോ. എന്റെ മമ്മി എന്നെ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ ഏതാവശ്യവും കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കി നീ ചോദിക്കണമെന്ന് പറഞ്ഞു. എനിക്കൊരു പേന വേണം. ഇത് ഇന്ന് കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും വർഷമായി എനിക്ക് 3 കുഞ്ഞുങ്ങളായിട്ടും ഇന്നും എനിക്കൊരു പേന വേണമെങ്കിൽ, എനിക്കൊരു മൊട്ടായി വേണമെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥനാ മുറി കയറി നിന്നിട്ട് പറയും, അപ്പ എനിക്ക് ഇന്ന മൊട്ടായി കഴിക്കണം,
കഴിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് തന്റെ ദൈവമക്കളെ കഴിഞ്ഞിടയ്ക്ക് നടന്നൊരു സംഭവം. ഞാൻ വെറുതെ ഇവിടെ ഇരുന്നപ്പോ എനിക്കൊരു മുട്ടായി കഴിക്കാൻ ആഗ്രഹം തോന്നി. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ആ മുട്ടായി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഡയറി മിൽക്കാണ്. നാട്ടിലെ ഡയറി മിൽക്ക്, ഇവിടെ അത് കിട്ടത്തില്ല. ഭയങ്കര കൊതി. ഞാൻ ചുമ്മാ പറഞ്ഞു, യേശുപ്പച്ചി എനിക്ക് ഡയറി മിൽക്ക് കഴിക്കാൻ തോന്നുന്നു, കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അന്ന് വൈകുന്നേരം ഞാൻ ബൈബിൾ സ്റ്റഡി ചെയ്യുന്ന ഒരു കൊച്ചുണ്ട്. അവൾ ഓടി വന്ന് എൻ്റെ ഒരു കവർ തന്നു ചർച്ച വെച്ച്. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് ചേച്ചിക്ക് സ്പെഷ്യൽ ആവട്ടോ. ഞാൻ എന്ത് പാടി വീട്ടിൽ ചെന്നിട്ട് തുറന്നാ ഇപ്പൊ തുറക്കലെന്നോ. ഞാൻ ഓർത്ത് എന്തുവാന്ന് ഓർത്ത് ഇവിടെ വന്ന് തുറന്നു നോക്കിയപ്പോ 2 പാക്കറ്റ് ഡയറി മിൽക്ക്. ഞാൻ ഷോക്കായി പോയി. ഞാൻ അവിടെ നിന്നൊരു, കർത്താവേ എന്തുവാ ഇത്? ഇപ്പൊ നിങ്ങൾ ഓർക്കും ഡയറി മിൽക്ക് കിട്ടിയതാണ് വലിയ കാര്യമെന്ന്. എനിക്കത് വലിയ കാര്യമാണ്. ഞാൻ ഒരു ചെറിയ കാര്യം എന്റെ അപ്പനോട് ചോദിക്കുമ്പോൾ എന്റെ അപ്പൻ അപ്പം തന്നെ ഞാൻ ഓർക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവിന് എനിക്കിപ്പോ ഡയറി മിൽക്ക് കഴിക്കാഞ്ഞിട്ടാന്ന് പറയില്ലേ. നിങ്ങളൊന്ന് ചോദിക്കും, ഈ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഭർത്താക്കന്മാരോട് ഇന്ന് രാവിലെ ഇന്നിപ്പോ പറഞ്ഞു നോക്കി, അച്ചായ എനിക്കൊരു ഡയറി മിൽക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ അച്ചായന്റെ റിപ്ലൈ എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കി. ഷുഗർ ഉള്ളതാ, ഡയറി മിൽക്ക് കഴിക്കാൻ തോന്നിയിരിക്കുന്നു പറയും. പക്ഷെ നമ്മുടെ കർത്താവിനോട് പറഞ്ഞ കർത്താവ് പറയും, മോളെ നിനക്ക് കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ തരാടി വച്ചെന്ന് പറയും. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത അതാ. കർത്താവിന് അറിയാവുന്ന എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പറയും, എന്റെ ജീവിതത്തിന്റെ ഈ നിമിഷം വരെ ഒരിക്കലും ലജ്ജിക്കുവാൻ കർത്താവ് ഇട വരുത്തിയിട്ടില്ല. പിന്നെ ചിലത് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് മറുപടി തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിന്നെ ചിലതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക കേട്ടോ. കർത്താവിന്റെ ചില നോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊട്ടക്ഷനാ. അതിന്റെ അർത്ഥം എല്ലാ ചോദ്യവും ഇങ്ങ് തരുന്നല്ല. കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ എന്നാ, എന്ത് നല്ലത് എന്ത് തീയതെന്ന് അറിയാവുന്നയാളെ കർത്താവ് എന്ന് പറയത്തുള്ളൂ. മനസ്സിലായോ? അടുത്തൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം, 13. കർത്താവിന്റെ, നിങ്ങൾ ആ വാക്യം അടയാളപ്പെടുത്തിക്കോണം. ഇതുവരെ അടയാളപ്പെടുത്തവരുണ്ട്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ കർത്താവിന്റെ നാമം ഏതാ? യേശു കർത്താവ് എന്നാണ് നമ്മൾ പറയുന്നത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ നീ രക്ഷിക്കപ്പെടും. എന്നിട്ട് പറയുക, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ആ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഓ, റോമാലേഖനം എഴുതിയ നമുക്ക് പൗലോസിനോട് പറയും, പൗലോസേ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പൊ ഞാൻ പറയും, അയ്യോ ഇനി പോരെ, ഞാൻ കാണിച്ചു തരാം. വിശ്വസിക്കാത്ത ഒത്തിരി പേര് വിളിക്കുന്നവരുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എവിടെ ഉണ്ട്? നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലേ? പൗലോസിന് ഡൗട്ടാ. പൗലോസ് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? നിങ്ങൾ വിശ്വസിക്കാത്തവനെ എങ്ങനെ ഈ വിളിക്കുന്ന കർത്താവേ 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 എന്ന്? പക്ഷെ നമ്മുടെ ജനറേഷന് പറയാം, പേടിക്കേണ്ട പൗലോസ്, ഞങ്ങളുടെ അടുക്കലോട്ടൊന്ന് വന്നാൽ മതി, ഞങ്ങളുടെ കുടുംബത്തിനൊന്ന് വന്നാൽ മതി, കാണാൻ പറ്റും. ഞങ്ങൾ എപ്പോഴും രാവിലെ തൊട്ട് കർത്താവേ 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 എന്ന് വിളിക്കും. പക്ഷെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. കാരണം എന്താ? നമുക്ക് വിശ്വാസം ഏതിലെന്നറിയോ? മെഡിക്കൽ സയൻസ്. കാരണം അഡ്വാൻസ്ഡ് ആയില്ലേ. പിന്നെ നമുക്ക് എന്തിനാ വിശ്വാസം? നമ്മുടെ മക്കളുടെ പണത്തില്, പിന്നെ വിസയില്, ഇതിലൊക്കെയാ. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, മോളെ ഇതൊക്കെ താൽക്കാലികമാകട്ടോ, പക്ഷെ എന്നേക്കും നിലനിൽക്കുന്നത് തരാനും അതിനെ മാറ്റാനും കഴിയുന്നവനാ ഞാൻ. അതുകൊണ്ട് എന്റെ അടുക്കൽ വിശ്വാസത്തോടെ ഇന്ന് തൊട്ട് ദൈവമക്കളെ ഞാൻ വീണ്ടും പറയുക, ഈ കർത്താവേ 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 നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓരോ വട്ടം ആഡ് ചെയ്യുമ്പോൾ ചിന്തിക്കണം, ഇപ്പൊ എത്ര വട്ടം ഞാൻ കർത്താവേ എന്ന് പറഞ്ഞു, അത് ശരിക്കും ഞാൻ അർത്ഥം മനസ്സിലാക്കിയാണ് ആ വിഷയം സബ്മിറ്റ് ചെയ്തെന്ന് ചിന്തിച്ചിട്ട് ഇനി കർത്താവേ എന്നുള്ള വാക്ക് പറയുള്ളൂ. കർത്താവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുക ആ വിഷയത്തെ. അപ്പാ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വചനത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞു തരാം. വേറെ ആരുടെയും കാര്യമില്ല, ഇന്ന് ദേവദാസി പറഞ്ഞ കാര്യം. മത്തായി 14:22 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പറയാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെയൊക്കെ പോഷിപ്പിച്ചു. വലിയൊരു അത്ഭുതമൊക്കെ നടന്നു. ഭയങ്കര സന്തോഷമായി ശിഷ്യന്മാർക്ക്. പ്രത്യേകിച്ച് പത്രോസിന് ഭയങ്കര ഇഷ്ടമാണ്. എന്തുവാ അത്ഭുതമൊക്കെ കാണുമ്പോൾ. പത്രോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ബൈബിളിൽ. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഏത് കാര്യത്തിനും റെഡിയാ. ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങും, ചാടാൻ പറഞ്ഞാൽ ചാടും, വെട്ടാൻ പറഞ്ഞാൽ വെട്ടും, എന്തിനും ഉണ്ട് കർത്താവിന്റെ കൂടെ. ഒരു നിഷ്കളങ്കനാന്ന് ഞാൻ പറയും. മനസ്സിലായി? മനസ്സിലൊന്നുമില്ല, നിഷ്കളങ്കന. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കൂട്ടത്തിൽ അപ്പവും മീനും ആരും കഴിച്ചിട്ടുണ്ട്? പത്രോസ് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. പത്രോസിന് കുടുംബം ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഒരു കൊട്ട കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാവാം? മാറ്റി വെച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ച്, ആ വാക്കൊക്കെ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തണം. ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഒരു വലിയ വിടുതലിന് വേണ്ടിയാ കേട്ടോ. ചില നിർബന്ധങ്ങൾ, ചിലത് നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടിയുള്ള നിർബന്ധങ്ങളാണ്. അവിടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. നിർബന്ധിക്കുന്ന എങ്ങനെയാ? നമ്മള് ഇപ്പൊ സുനിൽ ആന്റി ഒരാളെ വിളിച്ചു പറയാം, സിസ്റ്റർ ഇന്ന് മീറ്റിങ്ങിന് കയറണം കേട്ടോ. അത് നിർബന്ധമാണോ? അല്ല. കേറിയേ പറ്റൂ കേട്ടോ, ഇന്ന് ശരിക്കും കയറണം കേട്ടോ. ഒരു 5-6 വട്ടം വിളിക്കുന്നു, പിന്നെ മെസ്സേജ് ഇടുന്നു, അതാ നിർബന്ധം. അപ്പൊ നമ്മൾ പറഞ്ഞു, സിസ്റ്റർ നിർബന്ധിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ മീറ്റിങ്ങിന് കയറിയതാന്ന് പറയത്തില്ലേ? അങ്ങനെ നിർബന്ധം.
ഈ ശിഷ്യന്മാർക്ക് തന്നെ തോന്നി യേശു ഇതിനു മുമ്പ് ഇങ്ങനെ നിർബന്ധിച്ചിട്ടില്ല, എന്തിനാ ഈ നിർബന്ധിക്കുന്നേ? അപ്പൊ ഓർത്തെ നിർബന്ധിച്ചിട്ടും അനുസരിക്കാത്തവരാണ് ശിഷ്യന്മാരെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞു തന്നെ. ആരെയാ നമ്മൾ നിർബന്ധിക്കേണ്ടത്? താല്പര്യം ഇല്ലാത്തവര്. ഇവർക്ക് അപ്പമൊക്കെ കിട്ടി, കഴിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് ഒരാഗ്രഹം ഒന്ന് കിടന്നൊക്കെ ഒന്ന് ഉറങ്ങി വീട്ടിലൊക്കെ ഒന്ന് പോയി റെസ്റ്റ് എടുക്കുക. അപ്പൊ കർത്താവ് പറയും, മോനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് നിങ്ങളുടെ വയറ് നിറയുമ്പോ സമയത്ത് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കണ്ട്. എന്താണെന്നറിയോ? ഈ അത്ഭുതം കണ്ട് നിങ്ങളുടെയൊക്കെ കണ്ണിങ്ങനെ തിളങ്ങി, ഓ കൊള്ളാം കേട്ടോ, ഇറങ്ങി തിരിച്ചത് എന്തായാലും വ്രതാവായില്ല, കൊള്ളാം, പറ്റിയാടെ പുറകെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, എന്താ സുഖം. പടകില്ലേലെന്നാ, വലയില്ലേലെന്നാ, എന്തുണ്ട്? അപ്പത്തിനപ്പം. മീനെ പിടിക്കണോ? മീൻ വെട്ടണോ? വറക്കണോ? ഒന്നും ചെയ്യണ്ട, കൂടെ നടന്നാ മതി, പന്തിയിൽ അങ്ങ് ഇരുന്നാ മതി. ദാണ്ട് വരുന്ന ഫ്രണ്ടിൽ അപ്പോ മീനും. കൊള്ളാം. ഇവരുടെ മനസ്സിലിരിപ്പ് കർത്താവ് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ഓക്കെ, വയറ് നിറഞ്ഞില്ലേ, ഇനി എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട്, നിങ്ങൾ പോയേ പറ്റൂ മക്കളെ. കാരണം ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്റെ ശിഷ്യന്മാരായി തുടർന്ന് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ നോട്ടം മുഴുവൻ കൊട്ടയിലും കൊട്ടയ്ക്കകത്തുള്ള അപ്പത്തിലുമാണ്. പക്ഷെ എന്റെ നോട്ടം നിങ്ങളുടെ ആത്മാക്കളിലാ. നിങ്ങൾ 12 പേരുടെയും നിങ്ങളുടെ ജീവിതത്തെ എനിക്കറിയാം, നിങ്ങളുടെ നാളെ എനിക്കറിയാം. നാളെ നിങ്ങൾ ആരാകാൻ പോകേണ്ടതാണെന്നറിയാം. അപ്പം കഴിച്ചുകൊണ്ട് നടക്കാനല്ല നിങ്ങളെ വിളിച്ചത്. ചിലരെ ഈ അപ്പത്തിന്റെ അവകാശികളാക്കാൻ വേണ്ടിയാ. അതിന്റെ കോളിംഗ് നിന്റെ മേലുള്ളത് കൊണ്ട് എനിക്ക് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. ആ പാഠത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ നിർബന്ധം. ഈ നിർബന്ധത്തിൽ കൂടെ കടന്നുപോയവർ ആരെങ്കിലും ഇതിനകത്ത് കാണും. എനിക്കും ഉണ്ടായിരുന്നു ഈ നിർബന്ധം. എന്റെ ജേണിയും കൂടെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അവിടെ പറയാം, അവൻ ഏകനായി അവിടെ ഇരുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്ത്. നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചു. എന്നിട്ട് അവിടെ പറയുക, 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്നവരുടെ അടുക്കൽ വന്നു. എന്തോ അവിടെ സംഭവിച്ചു നിങ്ങൾക്കറിയാം. കാറ്റ് പ്രതികൂലമായി, തിരകളാൽ പടക് വലയുക. ഇപ്പൊ ഞാൻ പറയുന്ന ഈ വാക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്യവുമായിട്ട് നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാൻ പോയി വാചനം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഭാഗത്തേക്ക് വരുക. യേശു അവരുടെ അടുക്കലേക്ക് നടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവര് ഭൂതം ഭൂതം എന്ന് പറയും. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, കേക്കണേ, യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാൻ ആകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇതാരാ പറയുന്നേ? യേശു. എന്റെ ചോദ്യം, കാറ്റുണ്ട്, എനിക്ക് മനസ്സിലാവും. ഞാനും ഇടയ്ക്ക് സമയത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു വള്ളത്തെ പോയപ്പോൾ ഞാൻ കണ്ടതാ, ഈ കന്യാകുമാരി വഴി ഒരു പ്രാവശ്യം ഞങ്ങളെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ടത്, കാറ്റ് ഇങ്ങനെ നമുക്ക് ഈ ബോട്ടിലേക്ക് ഇങ്ങനെ കിടന്ന് ഒലയുമ്പോൾ ശരിയാ, വിഷൻ ചിലപ്പോൾ പ്രോബ്ലം കാണും. ഈ മഴ പോലെയൊക്കെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ വിഷന് പ്രോബ്ലം കാണും. അവർക്ക് യേശു വന്ന് മനസ്സിലായി കാണത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ നമുക്കിപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ അറിയാലോ, ആരെങ്കിലും നമ്മുടെ ഗേറ്റ് കടന്നു വരുമ്പോൾ നമ്മൾ രാത്രി മങ്ങിയ വെട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ആരാ? ശബ്ദം കേട്ട് നമ്മൾ എന്ത് ചെയ്യും? പറ, തിരിച്ചറിയാം. ഭാര്യമാർക്ക് ഉറപ്പായിട്ട് അവരുടെ ഭർത്താക്കന്മാരുടെ ശബ്ദം എന്ത് ചെയ്യാം? തിരിച്ചറിയാം, അല്ലെ? മക്കളുടെ ശബ്ദമാണെങ്കിലോ, എത്ര കണ്ണു കാണാത്ത അമ്മച്ചിക്കും മക്കളുടെ ശബ്ദം കേട്ടാ അറിയാം. അത് ഇന്ന മോനാന്ന് പറയും, 2ാമത്തെ മോനാന്ന് പറയും. 10 മക്കളുണ്ടെങ്കിലും ശബ്ദം കേട്ട് അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെ? ഇല്ലേ? അമ്മമാർക്കറിയാം. 10 വർഷം കൂടെ നടന്നാലും നമുക്കറിയാം. വേണ്ട, 1 വർഷം കൂടെ നടക്കുന്ന ആളുടെ ശബ്ദം നമുക്കറിയാം, കാരണം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാം. ഈ ശിഷ്യന്മാർ 24 മണിക്കൂർ യേശുവിന്റെ കൂടെ ഉണ്ട്. അപ്പൊ യേശു പറയുക, ധൈര്യപ്പെടുവി, ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പൊ എന്നോട് പറയാ കർത്താവ് എന്ന് പറയും, എന്റെ കൂടെ നടന്ന ആളാകുമ്പോ എനിക്ക് ഉറപ്പായിട്ട് തിരിച്ചറിയണം. പക്ഷെ ഇവിടെ ഒരാളെ വാക്ക് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാലും ചിന്തി, കർത്താവെ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എന്ന്. എന്താണെന്നറിയാമോ? അടുത്ത വാക്ക് നിങ്ങൾ വായിച്ചോ, അതിന്റെ 28, മത്തായി 14:28. അതിന് പത്രോസ്, കർത്താവേ, അടുത്ത വാക്ക് എന്നാ? നീ ആകുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഇതുണ്ട്. കർത്താവേ, അങ്ങക്ക് പറ്റുമെങ്കിൽ എന്റെ ലോൺ ഒന്ന് ശരിയാക്കി തരാമോ? കർത്താവെ, അങ്ങക്ക് പറ്റുമെങ്കിൽ എന്റെ മുട്ടുവേദന ഒന്ന് മാറ്റിത്തരാമോ? കർത്താവെ, അങ്ങക്ക് പറ്റുമെങ്കിൽ എന്റെ വീടിന്റെ പണി ഒന്ന് ചെയ്തു തരും. ഈ പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ആന്റിമാർക്ക് മനസ്സിലാകാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മക്കള്, കുഞ്ഞു മക്കൾ ആരെങ്കിലും ഓടി വന്നിട്ട്, മമ്മിക്ക് അറിയാമെങ്കിൽ എനിക്കൊരു ചായ ഇട്ട് തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? മമ്മിക്ക് അറിയാമെങ്കിൽ എനിക്ക് ദോശ ഉണ്ടാക്കി തരുമോ, എനിക്ക് ഇച്ചിരി ചോറ് തരുമോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കുന്നത്? ഞാൻ ചോദിക്കും, നിനക്ക് എന്താടാ, എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നാണോ നീ വിചാരിച്ചത്? നമ്മൾ ചോദിക്കത്തില്ലേ? ചോദിക്കുന്ന കാര്യം ഇല്ല ഇവിടെ. ഓ, നല്ല നല്ല ആന്റിമാരെ, താങ്ക് യു. ഞാനാണ് എങ്ങനെ ചോദിക്കും കേട്ടോ. നീ എന്തോ നമ്മളെങ്ങ് എന്താ പറയുക, ഞാൻ പറയും, മമ്മി അങ്ങ് ഡീഗ്രേഡ് ചെയ്ത പോലെ എനിക്ക് തോന്നും. ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നാണോ നീ വിചാരിച്ചെന്ന് ഞാൻ ചോദിക്കും, ഇല്ലേ? മമ്മി പറ്റുവാണെങ്കിൽ എനിക്കൊരു ചായ. മമ്മി, കർത്താവേ,
ഞാൻ മോനോട് മോനെ നിനക്ക് മമ്മിക്ക് ചായ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നാണെന്ന് വിചാരിച്ചു. മോനെ ഞാൻ ബിരിയാണി വരെ ഉണ്ടാക്കും. നമ്മൾ വലിയ ആളെന്നാണല്ലോ നമ്മുടെ ചിന്ത. അപ്പൊ നമ്മൾ പറയും ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല. എനിക്കറിയാം, ഏത് വെറൈറ്റി ചായ വേണം, ഏലക്ക ഇട്ട ചായ വേണം, ഇഞ്ചി ഇട്ട ചായ വേണോ, ഗുജറാത്തി ചായ വേണം, ഏത് ചായ വേണം നീ പറ, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയും അല്ലേ. നമ്മളെ ഡീഗ്രേഡ് ചെയ്ത പോലെ നമുക്ക് തോന്നും. ചില ആന്റിമാര് ഗസ്റ്റ് അടി വീഡിയോ പറയും, എടി നിനക്കറിയാം ചായ ഇടാൻ, അറിയാമെന്നോ അല്ലെ, നമുക്ക് ഒരു ഇത് തോന്നും ഇല്ലേ. ഇതുവരെ നമ്മുടെ ഇതുപോലെ കർത്താവിനോട് പത്രോസ് ചോദിക്കുക, കർത്താവേ നിനക്ക് കഴിയുമെങ്കിൽ എന്ന് പറയുന്നത്, നീ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇറങ്ങാമെന്ന്. എവിടെ? വെള്ളത്തില്. എന്ന് വെച്ചാൽ കർത്താവേ അങ്ങനെ താഴെ വീഴിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ലോൺ എടുക്കാൻ പോവാ, ഈ ലോൺ അടയ്ക്കാൻ അങ്ങ് ഭാവിയിൽ പൈസ തരുമെങ്കിൽ, എന്റെ രോഗസൗഖ്യം തരുമെങ്കിൽ ഞാൻ അങ്ങേ ഫോളോ ചെയ്യാം. അടയ്ക്കാൻ ഇട്ടിട്ട് പോയാൽ പറ്റത്തില്ലെന്നാ പറയുന്നതിന്റെ അർത്ഥം. നമ്മളൊരു കണ്ടീഷൻ വെച്ചാ നമ്മുടെ പ്രാർത്ഥന, ശ്രദ്ധിച്ചോ ഇല്ലേ. പക്ഷെ നമ്മള് കല്യാണം കഴിച്ച ദിവസം ആ കല്യാണത്തിന്റെ പള്ളി കല്യാണം കഴിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, സമ്മതമാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛൻ വന്ന് ചോദിച്ചു, സമ്മതമാണോ ഇവിടെ നിൽക്കുന്ന വലത്തുഭാഗത്ത് നിൽക്കുന്ന ആളെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ? നിങ്ങൾ ആരെങ്കിലും അച്ഛാ 1 മിനിറ്റ് എനിക്ക് തരണം, എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചിട്ട് ഭർത്താവിനോട് ചോദിച്ചോ, നിങ്ങൾ 50 വർഷം എന്റെ കൂടെ ജീവിക്കുമോ? എനിക്ക് എല്ലാ ദിവസവും ഫുഡ് മേടിച്ചു തരുമോ? ഞാൻ ചോദിക്കുന്നൊക്കെ എനിക്ക് തരുമോ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? ആരും ചോദിച്ചില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. യെസ്, ഒറ്റ വാക്ക ശരിയാ, യെസ്. ഒരു ഗ്യാരണ്ടി ഇല്ല. കല്യാണം കഴിഞ്ഞ ചിലപ്പോൾ പിറ്റേ ദിവസം ആള് തട്ടിപ്പോയെന്നിരിക്കും. പക്ഷെ നമ്മൾ അങ്ങ് ഇറങ്ങും ഇല്ലേ. ചില ചോദിക്കുന്നത്, നീ എന്ത് കണ്ടിട്ടാടി ആ ചെറുക്കനോട് ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കും. ഞാൻ ഇത് ഇത്രയും നിങ്ങളോട് ലാളിത്യമായിട്ട് ചോദിക്കുന്നത്, നമുക്ക് മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യാൻ എളുപ്പമാണ് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ആരാ ഈ കർത്താവ് എന്ന് പറഞ്ഞ ടൈറ്റിലാ ഞാൻ ചോദിക്കുന്നത്. എന്താ കർത്താവ്? നമ്മളെ സൃഷ്ടിച്ചവൻ. അതായത് നിങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം, നിങ്ങളുടെ ഓണർഷിപ്പ്, നിങ്ങളുടെ അപ്പനേക്കാൾ നിങ്ങളുടെ അമ്മയേക്കാൾ ഓണർഷിപ്പ് ഉള്ള ആളോട് ചോദിക്കുക, അങ്ങക്ക് കഴിയുമോ? നമ്മൾ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം മുറിപ്പെടുക. പരിശുദ്ധാത്മാവിന് വേദനിക്കുന്നുണ്ട്. നമ്മൾ പറയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത് എനിക്കത്. പക്ഷെ എന്നോട് കർത്താവ് പറയുന്ന ഒരു കാര്യം, കർത്താവിനെ അവിശ്വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നതിനെ ഡൗട്ട് ചെയ്യുമ്പോഴൊക്കെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സംശയിച്ചാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാം, എടാ മോനെ, മമ്മി 5 മണിയാകുമ്പോൾ മോന് പൈസ തന്നേക്കാം, നാളത്തെ ഫീസ് അടയ്ക്കാൻ. അപ്പൊ മോൻ ചോദിക്കും, മമ്മി ഉറപ്പാണോ? ഉറപ്പാ. 10 മിനിറ്റ് കഴിഞ്ഞ്, മമ്മി ഉറപ്പല്ലേ 5 മണിക്ക് പൈസ തരുമല്ലോ അല്ലേ, നാളെ എനിക്ക് ഫീസ് കൊടുക്കാണല്ലോ? തരുവടാ. 3ാമത് വീട്ടിൽ ചെന്നിട്ട്, മമ്മി 5 മണി പൈസ തരണമല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കും, നിനക്ക് എന്നെ പറ, നമ്മൾ പറഞ്ഞ വാക്ക് പറ. 3ാമതൊരു വ്യക്തി വന്ന് വീണ്ടും ചോദിച്ചാൽ നമ്മുടെ പിടിവിട്ടു പോകും നമുക്ക്. നമ്മൾ ഇത് എത്ര വട്ട കർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ദൈവമക്കളെ. ഒരു ദിവസം എത്ര വട്ടം ഇത് ചോദിക്കുന്നുണ്ട്, കർത്താവേ അങ്ങക്ക് ശരിക്കും എന്റെ ഈ ക്യാൻസർ മാറ്റാൻ പറ്റുമോ? കർത്താവെ അങ്ങക്ക് ശരിക്കും എന്റെ രോഗത്തിന്റെ സീരിയസ്നെസ് അറിയാം, 4th സ്റ്റേജാ. കർത്താവെ ശരിക്കും അങ്ങക്ക് എന്റെ ഡിസ്കിന്റെ പ്രോബ്ലം അറിയാമോ? കർത്താവെ ശരിക്കും എന്ന് ചോദിക്കുമ്പോ കർത്താവ് ചോദിക്കുക, മോളെ നീ പിന്നെ എന്തിനാ എന്നെ കർത്താവെന്ന് വിളിക്കുന്നേ? കർത്താവെന്ന് എന്തിനാ വിളിക്കുന്നേ? എനിക്ക് ചെയ്യാൻ പറ്റും. അതാ കർത്താവിന്റെ വാക്ക് കേൾക്കണം, പത്രോസെ ഞാനാകുന്നെന്ന്. എന്ന് വെച്ചാൽ നിന്റെ സൃഷ്ടാവായി നിൽക്കുന്നത്, ഈ കടലിനെയും കാറ്റിനെയും നിർമ്മിച്ചവനായി ഇവിടെ നിൽക്കുന്നത് പത്രോസ്. ആ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ, നീ നമ്മുടെ സ്ഥിതിയിലേക്കൊന്ന് വരാം, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം. അപ്പൊ അവൻ അറിയാൻ കൽപ്പിച്ചാലേ നടക്കത്തുള്ളൂ. കർത്താവ് കൽപ്പിച്ചാലേ നമുക്ക് ചിലത് ചെയ്യാൻ. ഒന്ന് ഓർത്ത് നോക്കിയേ ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. പത്രോസ് പറഞ്ഞ 2 വാക്ക് ശ്രദ്ധിക്കണം, കർത്താവ് നീ ആകുന്നുവെങ്കിൽ, എന്നിട്ട് പറയാം കർത്താവ് നീ കൽപ്പിക്കണോ. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുന്നേ? കർത്താവെ അങ്ങക്ക് പറ്റുമെങ്കിൽ ഒന്ന് കൽപ്പിക്കുക കർത്താവ് ഈ വിഷയത്തിന്മേൽ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് എന്നെ വിശ്വാസം ഇല്ല, പക്ഷെ നീ പറയാ ഞാൻ പറയണോന്ന്. വിശ്വാസം ഇല്ലാത്ത വ്യക്തി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കർത്താവ് അതുകൊണ്ട് എല്ലാ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് കഴിയുമെന്ന് നീ പറ, വിശ്വസിക്കുന്നു. എന്തോ കർത്താവിനാകെ വിശ്വാസികളിൽ നിന്ന് വേണ്ടത് എന്താണെന്നറിയാമോ? വിശ്വാസം. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, എന്നെയും കർത്താവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്നതാ വിശ്വാസം. ഞാൻ യേശുവിനെ അറിയാനിടയായത് എന്താ? വിശ്വാസം. ഞാൻ ഇന്നും ഈ കർത്താവിനെ അറിഞ്ഞു നിൽക്കുന്നതിന്റെ കാര്യം എന്താ? വിശ്വാസം. ആരെങ്കിലും യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല.
തൊട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ട് യേശുവിന്റെ പുറകെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കൊരു വിശ്വാസമുണ്ട്. എന്തുകൊണ്ട് വിശ്വസിച്ചു? എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നു. ആ കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് ചോദിക്കുക, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ശരിക്കും ചിന്തിക്കണം. ഇവിടെ പത്രോസ് ഒറ്റ വട്ടേ പറഞ്ഞുള്ളൂ, അത് കഴിഞ്ഞിട്ട് കേട്ടോണം. വരിക എന്ന് അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. പോര് മോനെ, കൽപ്പിക്കണമെന്നല്ലേ പറഞ്ഞു, പോര്. എന്നിട്ടും കേൾക്കണം, അവൻ വരുക. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. അപ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിസ്റ്റർ കർത്താവ് പറഞ്ഞിട്ടാ ഞാന് ഇറങ്ങി തിരിച്ചത്. എന്റെ ജീവിതത്തിലുണ്ട് അങ്ങനെ. കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ട് നടുക്കടലിൽ ചെന്നപ്പോൾ ശരിക്കും ഇത് കർത്താവ് പറഞ്ഞാണോ ചിന്തിച്ച്. എന്താണെന്നറിയാം, എന്നെ നഴ്സിങ്ങിന് വിട്ടത്. കർത്താവ് എന്നോട് പറഞ്ഞു നഴ്സിങ്ങിന് പോകാൻ. ഞാൻ നഴ്സിങ്ങിന് പോയി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് എന്റെ കൂടെ നഴ്സിംഗിൽ സീനിയർ ആയിട്ട് പഠിച്ച ഒരു ചേച്ചി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, പ്രിയ ബ്ലസ്സി ചേച്ചി. എനിക്ക് വളരെ സന്തോഷം ചേച്ചി ജോയിൻ ചെയ്തതിൽ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ എന്താന്ന്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ അനുഭവങ്ങൾ ഏകദേശം ഒക്കെ സെയിമാ. കർത്താവ് പറഞ്ഞിട്ടാണ് നഴ്സിങ്ങിന് പോയത്. പക്ഷെ പ്രശ്നങ്ങളായിരുന്നു. കഷ്ടതയും പ്രതികൂലവും എല്ലാ രീതിയിലും. കാറ്റ് പ്രതികൂലമാണ്. നടുക്ക് എന്നപ്പോ കർത്താവ് ശരിക്കും അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങിയെന്നൊരു ചിന്ത വന്നപ്പോ കർത്താവ് പറയുക, ഞാനാ പറഞ്ഞത്. പക്ഷെ എനിക്കൊരു ഉദ്ദേശമുണ്ട്. അത് പറഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പാ, പിന്നെ മിണ്ടുന്നില്ല. പിന്നെ അത് തരണം ചെയ്യാൻ കർത്താവ് കൃപ തന്നു. നഴ്സിംഗ് കഴിഞ്ഞു, 8 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തു. ഞാൻ ഈ രാജ്യത്ത് വന്നു. ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പിന്നെ എന്നോട് ആ വിഷയത്തിന്മേൽ സംസാരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് കർത്താവ് പറയും, മോളെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു, എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയില്ലേ? കിട്ടി. ഒരു കാര്യം ചെയ്യും, അതങ്ങ് വിട്ടേര്, ഇനി എന്നെ ഫോളോ ചെയ്തേര്, ഇനി എന്റെ വേലയ്ക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ചോദ്യം, അയ്യോ കർത്താവ്, ഞാൻ 4 വർഷം കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ പഠിച്ചതോ? അത് ഞാൻ പറഞ്ഞു തരാം എന്തിനായിരുന്നത്. ഇപ്പൊ എനിക്കറിയാം എന്തിനാ വിട്ടെന്ന്. ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ഇപ്പൊ പത്രോസിന്റെ ട്രെയിനിങ് തുടങ്ങാൻ പോകും. എപ്പോഴാണെന്നറിയോ? പ്രതികൂലത്തിലാണ് നമ്മുടെ ട്രെയിനിങ് വെളിപ്പെടുന്നത്. ഇവിടെ വെളിപ്പെട്ടത് കണ്ടോണം. കർത്താവെ നീ ആകുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. കർത്താവ് വരാൻ പറഞ്ഞു. ധൈര്യത്തോടെ ഇറങ്ങി. കാറ്റ് കണ്ടപ്പം എന്ത് വന്നു? ഡൗട്ട് വന്നു, വീഴാൻ തുടങ്ങി. വീഴ്ചയിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. കാറ്റ് പ്രതികൂലത്തിൽ ഇങ്ങനെ ആടി ഒലയുമ്പോ പത്രോസ് ഇങ്ങനെ കർത്താവിനെ നോക്കുന്നുണ്ട്. കർത്താവിനെ നോക്കി നടന്നപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പ്രതികൂലം ഒന്നും കണ്ടില്ല, നല്ല ഈസി ആയിട്ട് തോന്നി. കാറ്റിനെ നോക്കിയപ്പോ, കടലിനെ നോക്കിയപ്പോ പ്രതികൂലം കണ്ടപ്പോ വേദന വന്നു, പേടി വന്നു. അവൻ മുങ്ങി. വെള്ളത്തിനകത്തോട്ട് ഒരൊറ്റ മുങ്ങല. മുങ്ങി വെള്ളത്തിനകത്തൂടെ ഒരു നോട്ടം നോക്കി. ആരെയാണെന്നറിയോ? ഫ്രണ്ട് നിൽക്കുന്ന വ്യക്തിയെ. അപ്പൊ വിളിച്ച വാക്യം നിങ്ങളൊന്ന് വായിക്കാമോ? കർത്താവേ എന്നെ രക്ഷിക്കണേ. അവിടെ ഇല്ല കർത്താവേ നീ ആകുന്നുവെങ്കിൽ. അർത്ഥം മനസ്സിലായോ? അവിടെ പറഞ്ഞോ കർത്താവേ നീ ആകുന്നെങ്കിൽ. കർത്താവേ നീ ആകുന്നെങ്കിൽ എന്റെ കൈ പിടിക്കും. പറയാൻ സമയമില്ല, ഒറ്റ വാക്ക് പറയാനുള്ള സമയമുള്ളൂ. എന്തുവാ? അല്ലെ വെള്ളം മുഴുവൻ വായിക്കത്തില്ല. അങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ല, കഷ്ടതയ്ക്കകത്തോട്ടം ഇട്ടപ്പം അവന് മനസ്സിലായി ഇത് കർത്താവ് തന്നെയാ. കഷ്ടതയില ദൈവത്തിന്റെ മുഖം തെളിഞ്ഞു വരുന്നത്. ആരെങ്കിലും ഇന്ന് കഷ്ടതയുടെ നടുവിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ കഷ്ടത എന്തിനാന്ന് ചോദിച്ചാൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല കാര്യം. കർത്താവിന് മനസ്സിലായി ഹൃദയം എന്റെ കൂടെ ഇല്ല, വായി മാത്രമേ ഉള്ളൂ കർത്താവേ കർത്താവേ. ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇത് ആരാ ഫ്രണ്ട് നിൽക്കുന്നത്. പത്രോസ് വെള്ളത്തിന്റെ അടിയിൽ പോയപ്പോൾ വെള്ളത്തിൽ കൂടെ ഒരു നോട്ടം നോക്കിയപ്പോ മനസ്സിലായി ഈ നിൽക്കുന്ന വ്യക്തി ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ മുകളിൽ ഞാൻ പോലും അറിയാത്തപ്പോൾ, ഞാൻ താണു പോകുമ്പോഴും കർത്താവ് ആ പ്രതികൂലത്തിന് മുമ്പിൽ നിൽപ്പുണ്ട്. മുകളിൽ നിൽക്കും അധികാരത്തോടെ. കർത്താവിന്റെ കാല് താഴുന്നില്ല. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി അവിടെ കർത്താവേ നീ ആകുന്നെങ്കിൽ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ഒറ്റ വിളി എന്തുവാ? കർത്താവേ. അന്ന് ആ ശരിക്കും പത്രോസ് മാനസാന്തരപ്പെട്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അന്ന് പത്രോസ് എന്ത് ചെയ്തു? യഥാർത്ഥമായിട്ട് വിളിച്ചു കർത്താവേ എന്ന് വെച്ചാ എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവരെ എന്നൊരു വിളി വിളിച്ചപ്പോ കർത്താവ് ഉടനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതൊക്കെ അണ്ടർലൈൻ ചെയ്തോണം. യേശു ഊട്ടന്റെ അത് പവർഫുൾ അല്ലേ? കർത്താവെ നീ ആകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് വെയിറ്റ് ചെയ്യും മോനെ, കർത്താവിന് അധികാരം ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പൊ കർത്താവ് കൈക്കൊന്നും പിടിച്ചില്ല. ഞാൻ ഓർത്തിട്ടുണ്ട് കർത്താവ് എന്ന് ആ പടങ്ങിന്ന് അവന്റെ കയ്യെ പിടിച്ചിങ്ങി ഇറക്കിക്കൊണ്ട് കൂടെ നടത്തിയാ പോരായിരുന്നു. കർത്താവ് പറഞ്ഞില്ല. എന്നാലും പിന്നെ ഇവൻ എന്ത് ചെയ്യും? പ്രതികൂലത്തിന്റെ നടുവിൽ എന്ത് വിളിച്ചുകൊണ്ടിരിക്കും? കർത്താവെ നീ ആകുന്നെങ്കിൽ എന്റെ പടക് നിറയ്ക്കണം, കർത്താവെ നീ ആകുന്നെങ്കിൽ എന്റെ അമ്മായിയമ്മയ്ക്ക് വിടുതൽ കൊടുക്കണം, കർത്താവെ നീ ആകുന്നെങ്കിൽ മീൻ തരണം എന്നൊക്കെ പറയും.
കർത്താവിന് മനസ്സിലായി ഇന്ന് പത്രോസ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ജീവിതത്തിന്റെ ഇനിയുള്ള പ്രതികൂലത്തിന്റെ നടുവിൽ പത്രോസിന് നിലനിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എവിടെയെങ്കിലും പത്രോസ് കർത്താവെ നീ ആകുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ കർത്താവേ എന്ന് എത്ര വട്ടം പ്രാർത്ഥിക്കുമ്പോഴും എടുത്തു പറയേണ്ട വാക്കിത, കർത്താവെ എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ, എന്റെ ഉള്ളിൽ ഒരിക്കലും സംശയം വരാൻ പാടില്ല. ഇവിടെ പറയൂ, കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അപ്പ കർത്താവ് ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. എന്നിട്ട് പറയുക, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുക, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് കർത്താവെ ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സംശയിച്ചത്, അത് കർത്താവെ ലോൺ റിജക്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ സംശയിച്ചത്, ഞാൻ വിചാരിച്ചു ഈ വഴിയാ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുന്നെന്ന്. പക്ഷെ ഈ വഴി തുറക്കപ്പെടാതെ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാതെ ഇടിച്ചിട്ട് സംശയം കയറി. അപ്പൊ കർത്താവ് പറയും, മോളെ സംശയിക്കണ്ട, ഞാൻ സാധ്യതകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവം അല്ല. നിങ്ങൾ ഓർക്കണം, എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ് ഈ വാക്ക് എവിടെയെങ്കിലും എഴുതിയിട്ടോ, സാധ്യതകളിൽ ദൈവം ഇന്നു വരെ പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ഈ വചനം വായിച്ചപ്പോ എനിക്ക് സന്തോഷം തോന്നി. കാര്യം ഇതാ, സാധ്യതയുണ്ട്, പ്രവർത്തിച്ചിട്ടില്ല. സാധ്യതകൾ തീർന്നു എന്ന് കർത്താവ് മേക്ക് ഷുവർ ചെയ്യും. അതായത് പ്രതീക്ഷ മൊത്തം തീർന്നു എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് പറയും, ആണോ കഴിഞ്ഞോ, എല്ലാം തീർന്നോ, എല്ലാവരുടെ അടുത്ത് ചോദിച്ചു ഇനി ഉറപ്പാണ് ഞാൻ പ്രവർത്തിക്കൂന്ന്. എന്നാ ഇനി നമുക്ക് തമ്മിൽ വാദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനി നിന്റെ വിഷയത്തിൽ ഇറങ്ങാമെന്ന് പറയും. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങൾ എത്ര മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തു നോക്കി, നിങ്ങൾ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തു നോക്കി. എന്നാൽ കർത്താവ് എന്ന് ചോദിക്കുക, മോളെ നീ എത്ര സമയം എന്റെ സന്നിധിയിൽ എന്റെ ഇഷ്ടത്തിനായി നീ കാത്തിരുന്നിട്ടുണ്ട്? ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിന് ക്ലിയർ ആയിട്ട് കർത്താവ് അഡ്വൈസ് പറഞ്ഞു കൊടുക്കും, ക്ലിയർ ആയിട്ട് പറയും. ഇനി ഓർത്തണം, രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇതാ, ഇന്ന് തൊട്ട് ഇനിയുള്ള മുമ്പോട്ടുള്ള എല്ലാ ജീവിതത്തിലും കർത്താവെ അങ്ങ് ഏറ്റെടുക്കുക. നിങ്ങൾ ഓർക്കണം, കർത്തൃത്വം നടത്തുക എന്ന് പറയുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിവുള്ളവനാ കർത്താവ്. നിങ്ങളുടെ തലമുറയുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയും. നിങ്ങളുടെ കുടുംബ വിഷയങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയുന്നവനാ. ഇല്ലേ? ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കാൻ കഴിയുന്നവനാ നമ്മുടെ കർത്താവ്. ഈ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാധ്യതകൾ വെച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം പറയും. ഞാൻ കോട്ടയത്തായിരുന്ന സമയത്ത് എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചൊരു ബൈക്ക് കിട്ടി. അപ്പൊ ഞങ്ങൾ ബൈക്കിലല്ല യാത്ര ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, 6 പേരുണ്ട്. അപ്പൊ ബൈക്കിന്റെ ഫ്രണ്ടിൽ എൻ്റെ 2 അനിയത്തിമാര്, അത് കഴിഞ്ഞ് എൻ്റെ പപ്പ, അത് കഴിഞ്ഞ് ഞാൻ, അത് കഴിഞ്ഞ് എൻ്റെ മമ്മിയുടെ മടിയിൽ എൻ്റെ ഏറ്റവും അനിയത്തി. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കണം, 6 പേര്. ഇപ്പൊ ഞങ്ങള് ബാക്കി കവലയെ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നാട്ടുകാർ കളിയാക്കും, കൂവിയിട്ടുണ്ട് ഞങ്ങളെ. ഞങ്ങൾ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. മഴ നനഞ്ഞ് ഒരു മീറ്റിംഗ് പോലും മുടക്കിക്കത്തില്ല പപ്പായും മമ്മിയും. മഴ നനഞ്ഞാലും മീറ്റിങ്ങിന് കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം എനിക്കിന്ന് ഓർമ്മ, ഭയങ്കര മഴയാ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പപ്പ പറഞ്ഞു വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിന്റെ സമയത്താണ്. അപ്പം പെട്രോൾ ഇല്ല. ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കോട്ടയം ടൗണിനോട് അടുക്കുന്ന സ്ഥലം എത്തിയപ്പോൾ പെട്രോൾ തീർന്നു. നല്ല മഴ. ഞങ്ങളെ ഓരോ കുഞ്ഞുങ്ങളെ പപ്പ വണ്ടിയിൽ നിന്ന് എടുത്ത് താഴെ നിർത്തി. ഞാനും ഇറങ്ങി, പപ്പായും ഇറങ്ങി, മമ്മി ഇറങ്ങി. പപ്പ അങ്ങ് സങ്കടപ്പെടും, കാരണം മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, പെട്രോൾ ഇല്ല. പപ്പ നാട്ടിലൊക്കെ നിങ്ങൾ ബൈക്ക് യാത്ര ചെയ്യുന്നവർക്കറിയാം, ചിലരെന്ത് ചെയ്യും, പെട്രോൾ പമ്പ് വരെ എത്താൻ വേണ്ടി ബൈക്കൊക്കെ ഒന്ന് ചെരിക്കും, മറിച്ചിടും ഒക്കെ ചെയ്യും. പപ്പ ഇത് അടിച്ചു നോക്കി, പപ്പ നിലത്തിട്ട് നോക്കി, എടുത്തിട്ട് പപ്പ വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട്. പപ്പ വീണ്ടും പെട്രോൾ ടാങ്ക് തുറന്നു നോക്കിയപ്പോ വറ്റി നിൽക്കുക. ഞങ്ങൾക്ക് എത്തിയേ പറ്റൂ. നല്ല കാർമേഘം കൊണ്ട് നല്ല മഴ. 2 കാര്യം ചെയ്തു എൻ്റെ പപ്പായും മമ്മിയും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ആ ദിവസം ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നടു റോഡിൽ വഴി സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുക, കരം കോർത്ത് പിടിച്ചിട്ട്. പപ്പ പറഞ്ഞു, കർത്താവേ ഞാൻ അങ്ങയുടെ ദാസൻ, ഞാൻ അങ്ങയുടെ വേല ചെയ്യുന്നവൻ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് പോകുക. മഴ നിൽക്കുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാ. ഞങ്ങൾ തിരിച്ചു വരുന്നിടം വരെ മഴ പെയ്യുന്നെന്ന് ഞാൻ കൽപ്പിക്കുന്നെന്ന് പറഞ്ഞു. ദൈവമക്കളെ, മഴ അവിടെ സ്റ്റോപ്പായി, നിപ്പി സ്റ്റോപ്പായി. 2, പപ്പായും മമ്മിയും കൂടെ പെട്രോൾ ടാങ്കിന്റെ പുറത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നുമില്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത ഈ പെട്രോൾ അടിക്കാനുള്ള നന്മ ഞങ്ങളുടെ കിട്ടുന്നിടം വരെ അല്ല, അടുത്ത പെട്രോൾ ബങ്ക് വരെ എത്തുവാനുള്ള
പെട്രോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഉൽപ്പാദിക്കപ്പെടട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇത് നടന്നതാ. എന്റെ മമ്മിയുടെ ജീവനോടുണ്ട്, എന്റെ പപ്പയുണ്ട്, എന്റെ അനിയത്തിമാരുണ്ട്. ഞങ്ങൾ അങ്ങനെ കണ്ടു വളർന്ന കുഞ്ഞുങ്ങളാ. വിശ്വാസ ജീവിതം. അല്ലെങ്കിൽ ദൈവമക്കളെ തുറന്നു പറയാം, ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നാമത്തെ അടിക്ക് വണ്ടി സ്റ്റാർട്ടായി. പപ്പ പറഞ്ഞു പെട്ടെന്ന് കയറാൻ പറഞ്ഞു. കേറി. ഞങ്ങൾ വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടത്തെ അങ്കിൾ എന്റെ പപ്പാടെ 100 രൂപ കൊടുത്തു. ആ 100 രൂപ മേടിച്ച് ഞങ്ങൾ തിരിച്ച് അടുത്ത പെട്രോൾ സ്റ്റേഷനിൽ വരുന്നിടം വരെ ഞങ്ങളുടെ വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെ വന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്റെ കർത്താവിന് ഭൂമിക്കടി പെട്രോൾ ഉണ്ടാക്കാൻ അറിയാവുന്നവന്, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് വിശ്വാസത്താൽ പെട്രോൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവനാ കർത്താവ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കർത്താവേ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സിസ്റ്റർ എന്റെ ജീവിതം നടക്കും. എത്ര അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ടെന്നറിയോ? എന്റെ മമ്മി, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഫെയ്ത്തോമികളിൽ വളർന്ന കുഞ്ഞുങ്ങളാണ്. ഞാൻ ശരിക്കും പറയാം, ഫെയ്ത്തോം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വിശ്വാസഭവനമായിരുന്നു ഞങ്ങളുടെ വീട്. ഇന്ന് രാവിലെ വല്ലതും കഴിച്ച ഉച്ചയ്ക്ക് കഴിക്കാൻ കാണത്തില്ല, വൈകിട്ട് കഴിക്കാൻ കാണത്തില്ല. ഓരോ വട്ടവും പ്രാർത്ഥിച്ചാലേ വീട്ടിൽ ഭക്ഷണമുള്ളൂ. മനസ്സിലായി? എനിക്കറിയില്ല ഇപ്പോഴത്തെ എത്ര തലമുറയ്ക്ക് അറിയാം. ഞങ്ങളുടെയൊക്കെ ചർച്ചിൽ ഇന്നും പിടിയരി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇന്നും ഞങ്ങൾ പിടിയരി എന്റെ വീട്ടിൽ ചർച്ചിലുണ്ട്. പപ്പ അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. കാരണം പണ്ട് പിതാക്കന്മാർ തുടങ്ങിയ ഇന്നും ഞങ്ങൾ പിടിയരി കഴിച്ച് ജീവിക്കുന്നവരാ നാട്ടില്. പല വിശ്വാസികൾ രാവിലെ ചോറിടാൻ നേരത്ത് ഒരു പിടി മാറ്റി വെക്കും. ആർക്കെന്നറിയോ? ദൈവനാമത്തിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി. ആ പിടിയിൽ ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ചർച്ച കൊണ്ടിരുന്നവരുണ്ട്. അതാ ഇന്നും എന്റെ മമ്മി വെക്കുന്നത്. ഒരു സമയത്ത് എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരും, മമ്മി പറഞ്ഞു, മോനെ ചോറിൽ ആകെ ഒരു പിടിയേ ഉള്ളൂ, അതിടാൻ പോവാ. അപ്പഴ പപ്പ പെട്ടെന്ന് കയറി വന്നിട്ട് പറഞ്ഞു, പൊന്നമ്മേ 10 പേര് ദേവദാസന്മാർ വന്നിട്ടുണ്ട്, കോട്ടയം സ്റ്റാൻഡിൽ നിൽക്കുക, അവർക്ക് ഇന്ന് വൈകിട്ട് തങ്ങണം, നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചു. മമ്മി പറഞ്ഞു, എന്റെ അച്ചായ ഒന്നുമില്ല വീട്ടിൽ, ഒരു മുട്ടയുണ്ട്, ഒരു പിടി അരിയുണ്ട്. പപ്പ പറഞ്ഞു, നീ എന്തെങ്കിലും ഉണ്ടാക്കും, ഒരു മുളക് പൊട്ടിക്ക്, എന്തെങ്കിലും ഉണക്കമീനുണ്ടോ? പപ്പ മമ്മി പറഞ്ഞു, നോക്കട്ടെ ഉണക്കമീനുണ്ടോ എന്ന്. ഓടിപ്പോയി പെട്ടെന്ന് മമ്മി. പക്ഷെ ഞാൻ കണ്ടോണ്ട് നിൽക്കും. ഞാൻ മേടിച്ചു, മമ്മി എന്തോ ചെയ്യും. മമ്മി അപ്പൊ എന്നോട് പറയാം, സവാള അരി, അത് ചെയ്യും, ഇത് ചെയ്യും, ഉള്ളതൊക്കെ തപ്പി പിടിക്കുക. ഈ സമയം കൊണ്ട് മമ്മി പറഞ്ഞു, എനിക്കറിയാം എന്തോ ചെയ്യണം, കർത്താവല്ലേ കൂടെ ഉള്ളത്. ഞാൻ നോക്കിയപ്പോൾ മമ്മി വിശ്വാസത്താ വലിയൊരു കലം എടുത്ത് അങ്ങോട്ട് വെച്ചു. ഞാൻ ചോദിച്ചു, ആകെ ഒരു പിടി അരിയല്ലേ, ഈ കുഞ്ഞു കലം പോലെ വലിയ കർത്താവ് ചെയ്യുന്നു. വലിയ കാലം അങ്ങോട്ട് എടുത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഞാനാ കഴുകി വെള്ളം നിറച്ചു വെച്ചിട്ട് മമ്മി ഒരു പിടി അരി കഴുകി പാത്രത്തിലെടുത്തിട്ട് പറഞ്ഞ വാക്കിതാ, 5 അപ്പം കൊണ്ട് 5000 പേരെ അന്ന് എന്റെ കർത്താവ് പോഷിപ്പിച്ചെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ വരുന്ന ദൈവദാസന്മാരെ പോഷിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ ഈ അരിയെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് തരണമെന്നും അങ്ങ് ഇതിനെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു വിശ്വാസത്താൽ അരി ഇട്ടു. മമ്മി അടപ്പടച്ചു. പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അരി അവിടെ ഇരുന്ന് തിളയ്ക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ മുട്ട പൊട്ടിച്ചു, ഞാൻ ഓംലെറ്റ് അടിക്കാനുള്ള കാര്യം ചെയ്യാം. മമ്മി മുട്ടയിലും കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ 10 പേര് കഴിക്കണം, അല്ലെങ്കിൽ ഒരു തുണ്ട് ഉണക്കമീനേ ഉള്ളൂ. മമ്മി അത് വരിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് പറഞ്ഞു, കർത്താവെ ഇതിനെയും അങ്ങ് വർദ്ധിപ്പിക്കണം. ദൈവമക്കളെ 10 ദൈവദാസന്മാര് വീട്ടിൽ വന്നു. അവര് പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ റെഡി. ഞങ്ങളുടെ നാട്ടിലൊക്കെ തിണ്ണേന്ന് പറയുന്ന പോലെ അവിടെ 10 പേർക്കും പായ വിരിച്ചു. അവരെല്ലാം വന്നിരിക്കുക. ഹല്ലേലൂയ. കഴിക്കാൻ ടൈം ആയപ്പോ മമ്മി പറഞ്ഞു, കഞ്ഞി വാർക്കും, വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പപ്പായ പ്രാർത്ഥിച്ചോണ്ട് എന്നോട് പറഞ്ഞു, പോയി കഞ്ഞി നോക്കാൻ. വേണ്ട, ഗ്യാസ് ഇത് കുത്തി, ഇതൊക്കെ എന്താ പറഞ്ഞ, ഇത്ര അരി വെന്ത് വരാൻ സമയം എടുക്കും. മമ്മി ഞാൻ പറഞ്ഞു, ഇത്തിരിയല്ലേ ഉള്ളൂ. ഞാൻ ചെന്ന് നോക്കിയപ്പോ ദാണ്ട് അത്ഭുതം, കലം നിറച്ച അരി. ഞാൻ അവിടെ ഇരുന്നിട്ട് ദൈവത്തെ സ്തുതിച്ചു, കർത്താവ് ഇത് എന്തൊരു അത്ഭുതമാ. നോക്കി അരി വാർത്തു, അരിയെടുത്ത് ചോറെടുത്തു, പാത്രത്തിലിട്ടു, ഫ്രണ്ടിൽ കൊണ്ടുവന്നു. അവർക്ക് എല്ലാവരും പ്രാർത്ഥിച്ച് ഓരോ തവി എടുക്കുക. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ് തീരുവോ, ഞങ്ങൾക്കുണ്ടോന്ന് അടുത്തത്തെ ഡൗട്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വീണ്ടും അരക്കലം ചോറിരിക്കുന്നു. പിറ്റേ ദിവസവും ഞങ്ങൾ കഴിച്ചു. ഹല്ലേലൂയ. എപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാ. അതുകൊണ്ട് അന്ന് ശിഷ്യന്മാരെ കർത്താവെ എന്ന് വിളിച്ചപ്പോൾ ഇന്ന് കർത്താവിന്റെ ശിഷ്യന്മാരായ നമുക്കും വിളിക്കാം, കർത്താവേ എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ എന്ന് വിളിക്കാം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുക, രോഗസൗഖ്യം തരുമോ? തരും. സൃഷ്ടിക്കുവോ? സൃഷ്ടിക്കും. വിടുതൽ തരുമോ? തരും. ഞാൻ പറഞ്ഞില്ലേ, നിന്ന് സമയം തീരും. അതുപോലെ ഉണ്ട് ടെസ്റ്റ് മണി പറയാൻ. എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഡെലിവറി, ഞാൻ ചിലപ്പോൾ കേട്ടവർ കാണും, എന്നാലും ഞാൻ കേൾക്കാത്തവർക്ക് വിശ്വാസം വർദ്ധിക്കാൻ പറയാം. ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയത് എനിക്കൊരു ആൺകുഞ്ഞിനെ, രണ്ടാമത്. ആദ്യം ഉണ്ടായതൊരു മോള. ഞങ്ങൾ 4 പെൺപിള്ളേര്. ആദ്യം ഉണ്ടായത് മോള. അപ്പൊ എനിക്കൊരാഗ്രഹം, കർത്താവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേപ്പ. പ്രാർത്ഥിച്ചു, എനിക്കൊരു ആൺകുഞ്ഞിനെ കർത്താവ് തന്നു. ഈ ആൺകുഞ്ഞുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വലത്തെ കണ്ണിന് റെഡ് ലൈറ്റ് റിഫ്ലെക്സ് ആബ്സെന്റ് ആണ്. മെഡിക്കൽ സയൻസ് ഉള്ളവർക്ക് അറിയാവുന്നവർക്ക് റെഡ് ലൈറ്റ് റിഫ്ലെക്സ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെന്ന്. ഏതൊരു അമ്മയ്ക്കും ചങ്ക് പടയുന്ന ഒരു അവസ്ഥയല്ലേ, കുഞ്ഞിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെന്ന് കേട്ടാ.
പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞിനെ കയ്യിലോട്ട് എടുത്തിട്ട് എന്റെ ചങ്ക് പൊട്ടി. എനിക്ക് അന്ന് ആരുമില്ല എന്നെ സഹായിക്കും, മമ്മി നാട്ടിലാണ്, ആരുമില്ല. കോവിഡിന്റെ സമയം, ഞാൻ ഒറ്റയ്ക്കാ. അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു. എന്നെ ഇവിടെയൊക്കെ നാട്ടിൽ എബ്രോഡിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം, ആരും പ്രസവ ശുശ്രൂഷ ചെയ്യാനില്ല. എന്റെ മൂത്ത കൊച്ചിന് 1.5 വയസ്സ്, അതിനെ എടുത്ത് ഒക്കത്ത് വെച്ച് ഈ പ്രസവിച്ച കുഞ്ഞിനെ കൈ പിടിച്ചോണ്ട് വീട്ടിൽ വന്ന് കുക്ക് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. ഇതിന്റെ ഒക്കെ നടുവിൽ എന്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുക. ഡോക്ടർ രണ്ടാമത് ചെക്കപ്പിന് ഡോക്ടർ പറഞ്ഞു, ഈ കണ്ണിന് പൂർണ്ണമായിട്ടും പ്രശ്നമാണ്, റെഡ് ലൈറ്റ് റിഫ്ലെക്സ് ഒട്ടുമില്ല, മറ്റേ കണ്ണിനും പ്രശ്നമുണ്ട്, നമുക്ക് കീപ്പ് ഓൺ ചെക്ക് ചെയ്തോണ്ടിരിക്കണം. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു, പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ ഈ പ്രതീക്ഷയില്ല എന്നുള്ള വാക്ക് കേട്ട് ഞാൻ ഹൃദയം തകർന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ അന്ന് മമ്മി ആദ്യമായിട്ട് വിളിച്ച് പറയുന്നത്. ആദ്യം പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ നോർമൽ ആവും. 2 ആഴ്ച കഴിഞ്ഞ് നോർമൽ ആവാതെ വന്നപ്പോഴത്തേനെ മമ്മിയെ വിളിച്ചത്. അന്ന് ഞാൻ മമ്മിയോട്, മമ്മി ഒന്ന് പ്രാർത്ഥിക്കും മമ്മി, കാരണം എന്റെ മമ്മി ഇന്നും മരുന്നെടുക്കാത്ത വ്യക്തിയാ, ഇന്നും മരുന്നെടുത്ത്. ഞങ്ങളെ 4 പേരെ പ്രസവിച്ചത് വീട്ടിലാ. അല്ലെങ്കിൽ വിശ്വാസം എന്തെന്ന് എനിക്ക് ജീവിതത്തിൽ കൂടെ കാണിച്ചു തന്ന ഒരു മാതാവിന്റെ മോളാ ഞാൻ. പ്രസംഗം കേട്ടല്ല ഞാൻ വളർന്നത്, ജീവിതം കണ്ട, വിശ്വാസം എന്തെന്ന് കണ്ടു വളർന്നതാ. ഹല്ലേലൂയ. അങ്ങനെയുള്ള മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് മമ്മിയോട്, മമ്മി പ്രാർത്ഥിക്കും കുഞ്ഞിന്. മമ്മി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ വാക്കേ മമ്മി പറഞ്ഞോളൂ. മമ്മിയുടെ പ്രാർത്ഥനയും മമ്മി പ്രാർത്ഥിച്ചു പോയത് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അങ്ങനെയെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണിൽ വെളിച്ചം. ഞാൻ ഈ റെഡ് ലൈറ്റ് റിഫ്ലെക്സ് എന്നല്ലേ പറഞ്ഞത്. മമ്മി പ്രാർത്ഥിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഈ വചനം എന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കത്തി കയറാൻ തുടങ്ങി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. മമ്മി പ്രാർത്ഥിച്ചു വെച്ചു, പക്ഷെ ഈ വാക്യം എന്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നില്ല. മമ്മി എപ്പോ പറഞ്ഞു, മോനെ വചനം വെച്ച് പ്രാർത്ഥിക്കുക, ദൈവം പിടിപ്പിക്കും. ഞാൻ ഓരോ നിമിഷം കുഞ്ഞിന് പാല് കൊടുക്കാൻ കയ്യിലോട്ട് എടുക്കുമ്പോൾ അവന്റെ കണ്ണിലേക്ക് കൈ അങ്ങോട്ട് വെക്കും, 2 കണ്ണുകളിലേക്കും വെച്ചിട്ട് ഞാൻ കൽപ്പിക്കാൻ തുടങ്ങി, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടായി. നിങ്ങളിൽ എത്ര പേര് ആ വചനം വായിച്ചിട്ടുണ്ട്? 31-ാം അധ്യായം. സൂര്യൻ ഉണ്ടാക്കിയിട്ടല്ല വെളിച്ചമുണ്ടാക്കിയത്, വെളിച്ചമുണ്ടായതിനു ശേഷമാണ് സൂര്യനെ ഉണ്ടാക്കിയത്. പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഒരു സോഴ്സ് വേണ്ട, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടത്താൻ ഒന്നും വേണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് കർത്താവ് പറയാം വെളിച്ചമുണ്ടാകട്ടെന്ന്. നമ്മൾ അത് ഏതായിരുന്നു ആ വെളിച്ചം? എവിടെ ഉണ്ടായിരുന്നു വെളിച്ചം? സൂര്യനിൽ നിന്നല്ലല്ലോ വെളിച്ചം വന്നത്. കർത്താവ് പറയും, മോളെ സൂര്യൻ വേണ്ട, ഈ ലോകത്തെ പ്രകാശിപ്പിക്കാനുള്ളത് ഞാനാ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ കണ്ണിലേക്ക് കൈവച്ചിട്ട് ഇത് കൽപ്പിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണിൽ വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ, കുഞ്ഞിന് ഉടുപ്പിടിക്കുമ്പോൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ ഇതുകൊണ്ട് കൽപ്പിക്കാൻ തുടങ്ങി. 1.5 മാസം കഴിഞ്ഞ് ഞാൻ 2 മാസത്തിനടുത്ത് ഞാൻ അടുത്ത ചെക്കപ്പിന് ചെയ്യുന്നു. അത് മെയിൻ ഒഫ്താലമോളജിസ്റ്റിന്റെ അടുക്കലാ. അത് കോവിഡ് ടൈം. എന്നെ കുഞ്ഞിനെ മാത്രം കയറ്റിവിട്ടുള്ളൂ. ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, അപ്പായ സകലത്തെയും നിർമ്മിച്ചവനാ. അല്ലെങ്കിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആദ്യത്തിൽ അല്ലെങ്കിൽ വെളിച്ചമുണ്ടാക്കിയ ദൈവത്തിന് എന്റെ കുഞ്ഞിന്റെ കണ്ണിൽ കാഴ്ച തരാൻ കഴിയും. ഇത് പ്രാർത്ഥിച്ചു ദൈവമക്കളെ. ചെക്കപ്പിനെ എന്ന് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആദ്യം എന്നോട് പറയാ, നിന്റെ കൊച്ചിന്റെ 2 കണ്ണിന് 100% കാഴ്ചയുണ്ട്. അല്ലെങ്കിൽ 4 വയസ്സുണ്ട് എന്റെ ആൺകുഞ്ഞിന്, ഒരു കുഴപ്പമില്ല. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ സാരം, നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും നീ ഉള്ളിൽ നിന്ന് കർത്താവെ എന്ന് ഇനി വിളിക്കുമ്പോൾ ഓർത്തോണം, നീ അറിയാതെ പറയുക, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുവാൻ. അടുത്തൊരു ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. നയീനിലെ വിധവ, അവളുടെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടു. തലമുറയെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാക്കളുണ്ട്. എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകൾ അല്ലെങ്കിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവളെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല, നയീനിലെ വിധവയുടെ കുഞ്ഞിനെ എന്ന് പറയുന്നുള്ളൂ. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഞാൻ അതൊരു ദൂതായിട്ട് പറയുക, അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആന്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ദൂത, അത് ചില മാതാക്കളോട് പറയാൻ. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുക, നയീനിലെ വിധവയുടെ അടുക്കലേക്ക് യേശു ചെല്ലുക. അപ്പൊ നമ്മൾ പലപ്പോഴും ഓർക്കും, കർത്താവ് ചെന്നു എന്നൊക്കെ പറയുമ്പോ, ഓ കർത്താവ് ഇപ്പൊ ചെല്ലാൻ ഇത്ര ഒരു കർത്താവിന് ചെല്ലാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ നടത്തില്ല, ഈ യേശു നയീനിലേക്ക് എത്തുന്നതിന് മുമ്പ് യേശു എവിടെ ആയിരുന്നു അറിയോ? ശതാധിപന്റെ കഫർനഹൂമില. ഈ കഫർനഹൂമും നയീനും തമ്മിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കഫർനഹൂമിൽ നിന്ന് നയീനിലേക്ക് വണ്ടിയില്ല, നടക്കണം. യേശു 24 മണിക്കൂർ പിറ്റന്നാൾ എന്ന് എഴുതിയെടുക്കുന്നിടക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം, തലേന്ന് കഫർനഹൂമിൽ ഉണ്ടായിരുന്ന യേശു പിറ്റന്നാൾ നയീനിൽ എത്തണമെങ്കിൽ റെസ്റ്റ് എടുക്കാതെ 24 മണിക്കൂർ, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, 24 മണിക്കൂർ റെസ്റ്റ് എടുക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ നടന്നാലേ എവിടെ എത്തത്തുള്ളൂ എന്നറിയോ? നയീനിൽ എത്തത്തുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? കഫർനഹൂമിൽ നിന്ന് യേശു ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കാൻ പോവാ. അതിങ്ങനെ അവിടെ പറയുന്നുണ്ട്. പുരുഷാരത്തിനോട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നിടത്ത് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ശതാധിപൻ പറഞ്ഞയച്ച് വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു.
വീട്ടിൽ പോണ്ട, നടന്നു. പക്ഷേ യാത്രയാ ഞാൻ പറഞ്ഞേ. കഫർനഹൂം വഴി യേശുവിന് എവിടെ എത്തണം അറിയാം? നൈനിലെത്തണം. ഈ നൈനിലോട്ടുള്ള യാത്ര 24 മണിക്കൂർ എടുക്കും ഒറ്റ സ്ട്രെച്ച് നടക്കാൻ. അതും നമ്മൾ പറഞ്ഞ MC റോഡല്ല, കുന്നും കുണ്ടുമുള്ള വഴികളാ, റോഡ് വെട്ടിയിട്ടില്ല. പല സ്ഥലങ്ങൾ കൂടെ കടന്നു വേണം യേശുവിനെത്താൻ. അപ്പൊ ഒന്ന് ഓർക്കണം, നമുക്ക് നടക്കാൻ പറ്റും 24 മണിക്കൂർ. ഞാൻ പറയാൻ വന്നത് ശ്രദ്ധിക്കണം നിങ്ങള്. ഇതാരെ തേടിയ? യേശുവിനെ നിങ്ങൾ വഴി വെച്ച് കണ്ടിട്ടിരിക്കുക. യേശു ഇത്ര ധൃതി പിടിച്ച് നീ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചാൽ കർത്താവ് പറയും, ഒരമ്മ കരയുന്നുണ്ട് കേട്ടോ, അവക്ക് എന്നെ അറിയത്തില്ല. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നൈനിലെ വിധവയ്ക്ക് യേശുവിനെ അറിയാമെന്ന് അവിടെ പറയുന്നില്ല. പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ 24 മണിക്കൂറുകൾക്കപ്പുറം കിടക്കുന്ന യേശുവിന്, അതായത് കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം അവിടെ വചനം പറയുന്നു, വിധവമാർക്ക് അവൻ സംരക്ഷണ കൊടുക്കുന്ന ദൈവം. എന്ന് വെച്ചാൽ ഞാനൊരു വിധവയാ, എന്റെ മക്കളെ നോക്കാൻ എനിക്ക് ആരുമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത, എന്റെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം എടുക്കാൻ ആരുമില്ല, എനിക്ക് ഭർത്താവില്ല, എന്റെ കാര്യം നോക്കാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നവരോട് കർത്താവ് പറയാ, മോളെ നിന്റെ കാര്യം എന്റെ കയ്യിലാ, ഞാനാ നിന്റെ കർത്താവ്. വിധവ എന്ന് ലോകം പറയുമ്പോ കർത്താവ് പറയാ, നീ വിധവയല്ല, എന്റെ കണ്ണിക്കൂടെ നോക്കുമ്പോ നീ എന്റെയാ. ഹല്ലേലൂയ. വിധവമാർക്ക് സംരക്ഷണ വരുത്തുന്നവൻ. ഹല്ലേലൂയ. കർത്തൃത്വം നടത്തുന്ന കർത്താവ്. ഈ വിധവയ്ക്ക് കർത്താവിനെ അറിയത്തില്ല, പക്ഷെ കർത്താവിന് വിധവയെ അറിയാം. ഈ കഫർനഹൂമിൽ ഈ ശതാധിപന്റെ ദാസന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവ് പറയാ, പെട്ടെന്ന് ഇവിടുന്ന് പോയാലേ പറ്റത്തുള്ളൂ. ഒന്ന് ഓർത്തേ, ഞാൻ ഓർത്ത് യേശുവിനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നൈനിൽ എത്തിക്കൂടായിരുന്നോ? ഒറ്റ അല്ലെ കർത്താവിന് ചെയ്തുകൂടെ? പക്ഷെ കർത്താവ് മനുഷ്യന് നമ്മുടെ ജീവിതം കാണിച്ചു തരുന്നത്. കർത്താവ് പൂർണ്ണ മനുഷ്യനാന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയോ? ഒരു റെസ്റ്റ് പോലും എടുക്കാതെ കർത്താവ് നടക്കുക. ഞാനിത് പറയും, നിങ്ങൾക്ക് എത്രത്തോളം അത്രയും ആ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റോപ്പില്ലാതെ നടക്കുക, നടന്ന് 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 ചെല്ലുക. നടന്ന് ചെന്നപ്പോഴത്തേന് ശവം കൊണ്ട് എവിടെ ഇറങ്ങി? പട്ടണ വാതുക്കലോട് എത്തിയെന്ന്. നമ്മളാണെ പറഞ്ഞത് നേരത്തെ വരണ്ടായിരുന്നു, വീട്ടിൽ നടക്കുന്നതിന് മുമ്പ് വരണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, വീട്ടിൽ വെച്ചല്ല, നാട്ടിൽ വെച്ചാ നിന്റെ ജീവിതത്തിൽ ഞാൻ നന്മ തരാൻ പോകുന്നേ. നീ വീടിനകത്ത് നിന്നെ അനുഭവിച്ചു, ഈ നാട്ടിലും ഇപ്പൊ നിന്നെ കുറിച്ച് ഒരു കേൾവിയുണ്ട്. മോനും പോയി, ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഹല്ലേലൂയ. ഭർത്താവ് നഷ്ടപ്പെട്ടു. നമ്മളെ പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞു, അത് നമ്മുടെ കയ്യിലിപ്പിന്റെ കൂടുതലുണ്ടാന്ന് പറയും. മക്കള് പോയാലും അമ്മമാരെ കുറ്റം പറയും. അങ്ങനെ കുറ്റം കേട്ട് ഇവിടെ ജീവിതത്തിൽ നെടുവീർപ്പിടുന്നത്. ഹല്ലേലൂയ. 24 മണിക്കൂറിന് അപ്പുറമുള്ളടത്ത് യേശു കഫർനഹൂമിൽ നിൽക്കുമ്പോൾ ആ അമ്മയുടെ നെടുവീർപ്പ് കേട്ടിട്ട് കർത്താവ് പറയാം, മോളെ ഞാൻ വരുന്നുണ്ട് കേട്ടോ, നിന്നെ മാത്രം തേടിയാ ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ആരുമില്ല എന്റെ വേദന കേൾക്കാൻ, എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല, എനിക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ലെന്ന് പറയുന്ന സഹോദരിമാരോട് കർത്താവ് പറയാം, നിന്നെ തേടി നിന്റെ വീടിന്റെ അകത്ത് നിന്റെ തലമുറയുടെ വിഷയത്തിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ടെന്ന്. അവിടെ സംഭവിച്ചെന്താണെന്നറിയോ? ഈ മകൻ മരിച്ചു, അവനെ കൊണ്ട് കല്ലറ വെക്കാൻ കൊണ്ടുപോവാ. ആരെ കല്ലറയെ കൊണ്ടാ വെക്കാൻ പോകുന്നത് ശ്രദ്ധിക്കണം. മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് പോവാ. ഇതിനൊരു ആത്മീക അർത്ഥമുണ്ട്. ഇന്നത്തെ തലമുറകൾ ചില അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മിക്ക തലമുറകളും ഇന്നൊരു മഞ്ചത്തേല പോക്ക്. അത് ചുമന്നുകൊണ്ട് പോകുന്ന വേറെ ആൾക്കാരാണ്. ഇവർ ചുമ്മാ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. എന്താന്ന് ഞാൻ പറയാം, കൂട്ടുകെട്ട്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുടെ പ്രശ്നം അതാ. എന്ന് വെച്ചാൽ എന്നാ, സിസ്റ്റർ എന്റെ മോന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല അല്ലേ? ചിലർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ചില പൈശാചിക ബന്ധനമാകുന്ന മഞ്ചത്തേല കൊണ്ടുപോകുന്നത്. കർത്താവിന് ഈ മഞ്ചം ചുമക്കുന്നവരുടെ അവസ്ഥ എന്താണെന്നറിയോ? അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ശവം കൊണ്ടുപോയി അടക്കിയാൽ മതി അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ ഡെഡ് ബോഡി ചുമന്നിട്ടുണ്ട്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് വെയിറ്റ് ഉണ്ടെന്നറിയോ? ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പൊ മഞ്ചം ചുമക്കുന്നവരുടെ ആഗ്രഹം പതുക്കെ നടക്കണമെന്നാണോ? അവരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഇതിനെ അടക്കിയിട്ട് അടുത്ത ബണ്ണും പപ്സും പഴവും ഒക്കെ കഴിച്ച് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം. അല്ലാതെ അവർക്ക് അമ്മയുടെ കണ്ണുനീരൊന്നും വിഷയമൊന്നുമല്ല. നമ്മുടെ കണ്ണുനീര് പലപ്പോഴും നമ്മുടെ ചുറ്റുള്ളവർക്ക് വലിയ വിഷയമല്ലെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. റിയാലിറ്റി മനസ്സിലാക്കണം. നമ്മുടെ വിചാരം നമ്മൾ പോയി ഫ്രണ്ടിൽ പോയി കണ്ണൂര് ഒഴിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരിക്കലും മനസ്സിലാവത്തില്ല. എല്ലാത്തിനും ദൈവം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും നമ്മളെ മനസ്സിലാക്കിയാൽ നമ്മൾ കർത്താവിന്റെ അടുക്ക വരും ഇല്ല. അപ്പൊ കർത്താവ് പറയാം, മോളെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ തലമുറയെ ഹല്ലേലൂയ ശവാടക്കിന് വേണ്ടി കൊണ്ടുവന്ന മനുഷ്യൻ ചുമക്കുന്നവരുടെ ആഗ്രഹം ഇത് ഒടുക്കി കളയണമെന്നാ, ഇവനെ കല്ലറയ്ക്കുള്ളി വെക്കണമെന്നാ. അവന്റെ അടുക്ക ചെന്നിട്ട് കർത്താവ് ചെയ്ത് എന്നെ ചിന്തിപ്പിച്ചു. നിങ്ങൾ അധ്യായം പിന്നെ വായിച്ചാൽ മതി. ഏതെങ്കിലും മാതാക്കൾ തലമുറയോർത്ത് കറിയുന്നുണ്ട്, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. ഈ മാതാവിന്റെ അടുക്ക ചെന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്ക്, കരയണ്ട. ഹല്ലേലൂയ.
നിങ്ങൾ ചോദിക്കുക ആരാ പറയാൻ ഞാൻ കരയണ്ടെന്ന് ചോദിച്ച കർത്താവ് പറയും, നിന്റെയും നിന്റെ മകന്റെയും കർത്താവാ പറയുന്നത്, നീ കരയണ്ട. സിസ്റ്ററെ എന്തുവാ പറയണ്ടേ? കരയണ്ടെന്നാണോ? കരയാതിരിക്കാൻ ശ്രമിക്കാനാണോ? കർത്താവ് കരയണ്ടെന്ന് പറഞ്ഞ ആ വാക്കിനെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? കർത്താവ് പറയാം, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ പിന്നെ വറിയില്ല. ഇന്ന ആ കാര്യം സ്റ്റോപ്പാ. കർത്താവ് ആ കാര്യം കർത്താവ് ഏറ്റെടുത്ത വിഷയത്തിന്റെ നടുവിലെ കർത്താവ് പറഞ്ഞ കരയണ്ടെന്ന്. ഇന്ന് ചിലരോട് കർത്താവ് പറയാം, നീ ഈ വിഷയത്തിന്മേൽ എനിക്ക് കരയണ്ട, ഞാനത് ഏറ്റെടുത്തേക്കോ. പക്ഷെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. ഇവിടെ കരയണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് ചെയ്ത അടുത്ത കാര്യം എന്താണെന്നറിയോ? യേശു ചെന്ന് മഞ്ചം തൊട്ടു. അതായത് നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ എവിടെ തൊടണമെന്ന് നിങ്ങൾ പറയണ്ട, കർത്താവിനറിയാം എവിടെ തൊടണമെന്ന്. ഇന്ന് പലരുടെയും പ്രശ്നം, നമ്മൾ കർത്താവിന് പറഞ്ഞു കൊടുക്കും, കർത്താവ് ഇന്ന കൂട്ടുകാരൻ ശരിയല്ല, ആ കൂട്ടുകാരൻ ശരിയല്ല, ഈ കൂട്ടുകെട്ട് ശരിയല്ല. കർത്താവിനറിയാം. കർത്താവ് അറിയാം, ഞാനല്ലേ കർത്താവ്, ഞാനല്ലേ കർത്തൃത്വം നടത്തുന്നത്, എനിക്കറിയാം വിഷയത്തിന്റെ എവിടെ തൊടണമെന്ന്. കർത്താവ് മഞ്ചം തൊട്ടു. തൊട്ടപ്പം നടന്നത് എന്താന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, ചുമക്കുന്നവർ നിന്നു. നിന്റെ ഏത് വിഷയമാണ് ഇന്നിവിടെ നിൽക്കേണ്ടത്? കർത്താവ് പറയാം, ഞാൻ തൊടാം. കർത്താവ് തൊട്ടു എന്ന് പറയുമ്പോൾ എന്തോ അതിന്റെ അർത്ഥം? ആ കയ്യിൽ നിന്നൊരു ശക്തി ആ മഞ്ചത്തിലേക്ക് ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഒരൊറ്റ സ്റ്റെപ്പ്, ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പാപത്തിലേക്ക് നിന്റെ തലമുറയെ കൊണ്ടുപോകുന്ന അന്ധകാര മണ്ഡലത്തെ കർത്താവ് ഇന്ന് ഈ സമയം തൊട്ടാൽ ഇനി ഒരു സ്റ്റെപ്പ് അതുങ്ങൾക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പക്ഷെ കർത്താവ് ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ, എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നത് ഉള്ളിൽ നിന്നായിരിക്കണം. ആ പേരിനൊരർത്ഥമുണ്ട്. വെറുതെ വിളിക്കരുത്. ഒന്ന് അർത്ഥം മനസ്സിലാക്കിക്കേ. കർത്തൃത്വം നടത്തുന്നവനെ കർത്താവ് തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഇനിയാണ് കാര്യം. കർത്താവ് കൽപ്പിച്ചു, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവെ ഇത് ആരോടാ കർത്താവ് പറയുന്നത്? പേരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ആരാന്ന് നമ്മൾ തപ്പി നോക്കും. കാരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്നെ അക്സ സിസ്റ്റർ, അക്സ പീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെസ്പെക്റ്റോടാ വിളിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാരും ഒരിക്കൽ മരിക്കുമല്ലേ? സന്തോഷമുണ്ടോ മരിക്കുന്ന കാര്യം പറയുമ്പോൾ? ഉണ്ട്. കർത്താവിന്റെ അടുക്കലല്ലേ പോകുന്നത്, പിന്നെ എന്താ പോവും? നമ്മൾ എന്തായാലും അവിടെ പോകാനല്ലേ ഇറങ്ങിയത്. ഞാൻ എന്റെ പേര് പറഞ്ഞത്, എനിക്ക് വലിയ പേടിയൊന്നുമില്ല മരിക്കാൻ. പോവാണെ പോവും, അത്രയേ ഉള്ളൂ. കർത്താവിന്റെ അടുക്കലല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഓട്ടം തികച്ച പൊക്കോണം, ഇവിടെ ഒരു നിമിഷം നിൽക്കരുതെന്ന് എന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഓർക്കണം, മരിച്ചെന്നിരിക്കട്ടെ. നിങ്ങളൊക്കെ പത്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാം, അക്സ പീറ്റേഴ്സൺ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയും, അയ്യോ അക്സ സിസ്റ്റർ മരിച്ചു എന്ന് പറയും. പക്ഷെ അല്പം കഴിയുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? എവിടെ പോവാ? ശവം കാണാൻ പോവാന്ന്. ഇത്ര നേരം നല്ല റെസ്പെക്ട്ഫുള്ളിയാ പേര് വിളിച്ചത്. അല്പം കഴിയുമ്പോൾ പേരെന്തായി മാറുമെന്നറിയോ? ശവം. ഇല്ലേ? ഇന്ന് വരെ ആരെങ്കിലും റെസ്പെക്ട്ഫുള്ളി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്? ഇല്ല, ശവം എന്നാ പേര്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം യേശു ആരോടാ ഈ കൽപ്പിക്കുന്നത്? ശവത്തോട്. ശവത്തെ വിളിക്കുന്നത് ആരായിട്ടാണെന്നറിയോ? ജീവനുള്ള വ്യക്തിയെ വിളിക്കുന്ന പോലെ. അതായത് നിന്റെ വിഷയത്തെ കർത്താവ് ഒരിക്കലും ശവമായിട്ട് കാണാറില്ലെന്ന്. നമ്മളാ ശവമായിട്ട് കാണുന്നത്. ഓ കർത്താവെ വിഷയം ഇനി ഡോക്ടർ പറഞ്ഞു, ഇനി പ്രതീക്ഷയൊന്നും ഇല്ലെന്ന്. ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞു, ഞാൻ നിർത്തുവാ. ഒരു മിനിറ്റ് കൂടെ. എന്റെ മമ്മി ഒരിക്കലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം എന്നോട് ഇന്നലെ ഞങ്ങൾ ആ ടെസ്റ്റ്മെന്റ് ഷെയർ ചെയ്യുന്നു. 2 കിഡ്നി ഫെയിലിയർ ആയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റിജക്ട് ചെയ്ത് വീട്ടിൽ പൊക്കോ. ഇവിടെ ഒരു അനക്കം മാത്രമേ ഉള്ളൂ, ഒരു അനക്കം മാത്രം. എല്ലാവരും പറഞ്ഞു മരിച്ചു വന്നു. ഹസ്ബൻഡ് ഓൾറെഡി ശവാടക്കിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കും. ഹസ്ബൻഡ് ഇവിടെ ഒരു അനക്കം മാത്രം. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ആന്റിക്ക്. ആന്റിയുടെ ആങ്ങളെ ഇന്നും ജീവനോട് ഇരിപ്പുണ്ട്. ആന്റി മരിച്ചു, പക്ഷെ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ. ഇവിടെ ഒരു കുഞ്ഞനക്കം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒഴുകിപ്പോരും, 1-2 തുള്ളി വായിപ്പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മമ്മിയും പപ്പായും അവരുടെ ചർച്ച ഇരുന്നപ്പോഴാണ് അവർ രക്ഷയിലേക്ക് വന്ന് സ്നാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മളോട് സ്നേഹം ഞങ്ങളെ വിവരം അറിയിച്ചു. എന്റെ പപ്പായും മമ്മിയും ചെന്ന് പ്രാർത്ഥിക്കാൻ. മമ്മി പറഞ്ഞു ഞങ്ങൾ പോവാം, സഹോദരിമാരുമായിട്ട് പോവാം. ഇവരവരുടെ വീട് തപ്പി ചെന്നപ്പം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേന് ആൾക്കാർ ചോദിച്ചു, സൂസമ്മ എന്നാന്ന് തോന്നുന്നു ആന്റിയുടെ പേര്, ഞാൻ ഓർക്കുന്നില്ല. ആന്റിയുടെ വീട്ടിൽ അവരുടെ വീട് എവിടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അയ്യോ മരിക്കാറായി കിടക്കുന്ന സൂസമ്മയാണോ എന്ന് ചോദിച്ചു. അപ്പൊ നാട്ടിൽ മൊത്തം അറിയാം മരിക്കാറായി കിടക്കുന്ന ആളാണ്. ഓ അവിടെ പോയി പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഡോക്ടർമാരൊക്കെ കൈ ഒടിഞ്ഞു, ഇനി ചെല്ലണ്ട, ഏത് നിമിഷവും മരിക്കും, ഞങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കും എപ്പം മരിച്ചു എന്ന് കേൾക്കാൻ. അപ്പൊ നാട്ടുകാർ റെഡിയാ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മി പറഞ്ഞ, ഓ ഞങ്ങളൊന്ന് കാണാൻ പോകും. മമ്മി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം മമ്മി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് കർത്താവ് പറയുക, ഇവൾ മരിക്കയില്ല, ഇവള് ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നു. നിങ്ങളോടാ കർത്താവ് പറയുന്നത്, നിങ്ങൾ അവിടെ ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ? അയ്യോ ജീവനോടെ തിരിച്ചു വരുമെന്ന് പറയുവോ? നമ്മൾ പറയും, അയ്യോ കർത്താവേ ഇങ്ങനൊന്നും പറയില്ലേ, ഡോക്ടർമാരും കൈ വിട്ടു നമ്മൾ പറയും അല്ലേ.
മമ്മി ഉറക്കെ പറഞ്ഞു, ഇവള് മരിക്കത്തില്ല, ഇവള് ജീവനോടെ നെഹോടെ പ്രവർത്തിക്കില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ആ ആന്റിയുടെ അമ്മ പറയുക, മോളെ ഒത്തിരി ദിവസമായി ഫുഡ് കഴിച്ചിട്ട്, ഫുഡൊന്നും കഴിക്കത്തില്ല, വെള്ളം മാത്രം തുണിയെ മുക്കി കൊടുക്കുക. മമ്മി എന്ന് ചെവി ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് വിശ്വാസമുണ്ടോ കർത്താവ് വിടുവിക്കുമെന്ന്? അനങ്ങത്തൊന്നുമില്ല. മമ്മി നോക്കിയപ്പോ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അപ്പൊ മമ്മിക്ക് മനസ്സിലായി വിശ്വാസം ഉണ്ടെന്ന്. മമ്മി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ സൂസമ്മ ഒരു തീരുമാനം എടുക്കണം. എന്താണെന്നറിയാമോ? ജീവനോടെ കർത്താവ് തിരിച്ചു തന്നാൽ നീ എല്ലായിടത്തും പോയി ടെസ്റ്റിമണി പറഞ്ഞോളാം, സാക്ഷ്യം പറഞ്ഞോളാം എന്ന് തീരുമാനം എടുക്കണം. സിസ്റ്റർ ഇങ്ങനെ അപ്പോഴും കണ്ണ് നിറയുക, കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്തു. അപ്പൊ മമ്മിക്ക് മനസ്സിലായി. മമ്മി പറഞ്ഞു പ്രാർത്ഥിക്കാം. മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നെങ്കിൽ നിനക്ക് പുതിയ കിഡ്നി ദൈവം വെച്ചു തരും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കിഡ്നിയെ പൂർണ്ണമായിട്ട് സൗഖ്യം ചെയ്തു തരും. ഇതിലേതെങ്കിലും ഒരു കാര്യം ഇപ്പൊ നടക്കുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, കണ്ടു നിന്നവർ ഇന്നും ജീവനോടുണ്ട്. എന്റെ മമ്മി ഇവിടെയുണ്ട്. നടന്ന കാര്യമാ പറയുന്നത്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് കിടക്കുന്ന അവരുടെ അമ്മ എല്ലാവരും അടുത്ത് നിൽക്കുമ്പോൾ മമ്മി ആന്റിക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. സുമ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. വിശ്വസിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദൈവമക്കളെ അല്പനേരം കഴിഞ്ഞപ്പോ കണ്ണു തുറന്നു, വാ തുറക്കാൻ തുടങ്ങി. മമ്മി പറയും, മമ്മിയും സഹോദരിമാരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ദാസി കണ്ണ് പൂർണ്ണമായിട്ട് തുറന്നിട്ട് വാ ചലിപ്പിക്കാൻ തുടങ്ങി. അതായത് കർത്താവിന്റെ ഹീലിംഗ് അവിടെ ഇറങ്ങി. ഒരു മമ്മി പറയായിരുന്നു, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് എന്നെ എഴുന്നേപ്പിച്ചിരുത്തി. അപ്പം അവിടെ ചെന്ന് ഉച്ചയ്ക്ക് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഇച്ചിരി ചോറും ക്യാബേജ് തോന്നും സാമ്പാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി വിശ്വാസത്തോടെ പറഞ്ഞു, ചോറും സാമ്പാറും ക്യാബേജ് തോന്നും കൂടെ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു സൂസമ്മയ്ക്ക്. ആന്റി കൊണ്ട് കൊടുത്തു. ആ ചേച്ചി എത്ര വർഷങ്ങളായി നിറച്ചു അവന് ഭക്ഷണം കഴിച്ചിട്ട്, അസ്ഥിയും തൊലിയുക. ആന്റി വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമായിരുന്നു. ആദ്യത്തെ എക്സ്റേ, അത് കഴിഞ്ഞുള്ള സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേ ഒക്കെ ആന്റിയുടെ കയ്യിലുണ്ട്. ആന്റി അതിനുശേഷം ചെയ്തത്, ദൈവം വിടുവിച്ച് കഴിഞ്ഞപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് എല്ലാ തിങ്കളാഴ്ചയും പോയി, എല്ലാ വാർഡുകളിലും പോയി കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത് അത്ഭുതം പറയാൻ തുടങ്ങി. ഞാനിത് പറയുന്നത് കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, ഞാൻ ആദ്യം വായിച്ച ഓർമ്മയുണ്ടോ? റോമാലേഖന 8-ാം അധ്യായത്തില്, എന്നെ വിശ്വസിക്കുന്നവരല്ലേ എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടത്. വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്ന് വചനം പറയുന്നെങ്കിൽ, ഇന്ന് ഈ ബെഥെസ്ദ പ്രെയർ ലൈനിൽ അറ്റൻഡ് ചെയ്ത ഓരോ വ്യക്തികളോടും ഞാൻ ചോദിക്കാം, ഇനി തൊട്ട് ആ വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ ശരിക്കും കർത്താവെ എന്ന് വിളിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കിയാണോ ഞാൻ വിളിക്കുന്നത്, അതോ വെറും ജൽപ്പനമാണോ എന്റെ പ്രാർത്ഥന? ജൽപ്പനമാണെങ്കിൽ ഒരു പ്രവൃത്തി നടക്കത്തില്ല. ജൽപ്പനമല്ലെങ്കിൽ പത്രോസ് പ്രാർത്ഥിച്ചതുപോലെ പറയണം, കർത്താവേ അങ്ങാണ്, എനിക്കറിയാം. ഹല്ലേലൂയ. എന്റെ സിറ്റുവേഷന്റെ മേൽ, ഈ സാഹചര്യത്തിന്റെ മേൽ അധികാരമുള്ളവനെ എനിക്കറിയാം, അങ്ങാണ് എന്റെ കർത്താവ്, മറ്റാരും അല്ലെന്ന്. ഇന്ന് എത്ര പേർ പറയും. ഞാൻ ഇവിടെ നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ശോധന ചെയ്ത്, നിങ്ങളുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇതുവരെ ഞാൻ വിളിച്ചു കർത്താവേ കർത്താവേ എന്ന്. അതൊരു തെറ്റാ, ഏറ്റു പറയണം. കർത്താവേ, അർത്ഥം അറിയാതെയാ ഞാൻ പറഞ്ഞത്. പലപ്പോഴും പ്രാർത്ഥനകൾ ജൽപ്പനമായി മാറി. എന്നാൽ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ഞാൻ എന്റെ കുറവ് ഏറ്റുപറയും. ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വിഷയത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവനാന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അപ്പന്റെ സന്നിധിയിൽ എന്റെ ഇന്ന പ്രാർത്ഥന വിഷയങ്ങളെ ഞാൻ ഏൽപ്പിക്കുക. എന്റെ ഭർത്താവിനെ ഞാൻ ഏൽപ്പിക്കുന്നു, എന്റെ ആരോഗ്യത്തെ ഞാൻ ഏൽപ്പിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സറണ്ടർ ചെയ്തിട്ടില്ല, ആ ഏരിയകളെ മുഴുവൻ തരിക. എന്റെ മക്കളെ ഞാൻ സറണ്ടർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റവിടെയാ. ഇന്ന് ഈ നിമിഷം എന്റെ മക്കളുടെ ഉത്തരവാദിത്വം അപ്പന്റെ കരങ്ങളിൽ ഞാൻ തരിക. എന്റെ ഭർത്താവിനെ പൂർണ്ണമായി അപ്പന്റെ കരങ്ങളിൽ തരിക. എന്റെ കുടുംബ ജീവിതത്തെ അപ്പന്റെ കരങ്ങളിൽ തരിക. അതുകൊണ്ട് കർത്താവ് കർത്തൃത്വം നടത്തിയാട്ടെ. ഞാൻ ഇനി ആ വിഷയോർത്ത് ഭാരപ്പെടുത്തില്ല, സംശയിക്കത്തില്ല. എന്റെ കർത്താവിനെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഈ സമയം ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങളെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഫലിക്കും. ഹല്ലേലൂയ. ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി സമയം തന്നെ ആന്റിയോട് നന്ദി അറിയിക്കുന്നു. മാറാനാഥ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.